ീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ പ്രണാമം. യാതൊരു മഹാത്മാവിൻ്റെ ശബ്ദം കൊണ്ട് ഈ അന്തരീക്ഷം എപ്പോഴും മുഖരിതമായിരിക്കുന്നുവോ ആ മള്ളിയൂർ തിരുമേനിയുടെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട്, ഈ എല്ലാ വർഷവും അനുസ്യൂതമായി നടക്കുന്ന ഈ സത്സംഗത്തിൽ ഈ വർഷവും എനിക്ക് പങ്കെടുക്കുവാനുള്ള ഒരു പുണ്യാതിരേകം, ഒരു സുഹൃതം ഈശ്വര നിശ്ചയം കൊണ്ട് കൈവന്നിരിക്കുകയാണ്. സുഹൃത്തുക്കൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള സത്സംഗത്തിൽ പങ്കെടുക്കുവാനുള്ള യോഗ്യത കിട്ടാറുള്ളൂ. നമ്മളൊക്കെയും ഈ ജന്മത്തിലോ ജന്മാന്തരങ്ങളിലോ കുറേ പുണ്യം സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അല്ല, ഇതിന് വരാൻ പറ്റില്ല, മറ്റു പരിപാടികൾക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് നമ്മളൊക്കെ പുണ്യാത്മാക്കളാണ്. ആ ഇത്രയും പുണ്യമുള്ള സജ്ജനങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആനന്ദമാണ്. ഇങ്ങനെയുള്ള ഒരു പുണ്യമായ സദ്സദസ്സിൽ മള്ളിയൂർ തിരുമേനിയുടെ സാന്നിധ്യം എപ്പോഴും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന മറ്റുള്ള അദ്ദേഹത്തിൻ്റെ ശബ്ദം കൊണ്ട് ഈ ഗണപതി ഭഗവാന്റെ തിരുമുറ്റം മുഴുവനും മുഖരിതമാണ്. അവരാരുമില്ലെങ്കിൽ പോലും അവരുടെ ശബ്ദം നിലയ്ക്കില്ലെന്നാണ്. തേഷാം അസന്നിധാനേപി ന സ്വയം പശ്യ നശ്യതി. അവരുടെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിൽ പോലും അവരുടെ ശബ്ദങ്ങൾ നശിക്കില്ല. അത് ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ശബ്ദായമാനമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾക്ക് ഭാഗവതത്തെക്കുറിച്ചോ ആധ്യാത്മികതയെക്കുറിച്ചോ ചിന്തിക്കാൻ പറ്റുന്നത്, പറയാൻ പറ്റുന്നത്. അതുതന്നെ ഒരു സുഹൃതമാണ്. അപ്പോൾ സുഹൃതങ്ങളുടെ ഒരു വലിയ കൂമ്പാരമാണ് ഈ മള്ളിയൂർ ഗണപതി ഭഗവാന്റെ തിരുമുമ്പിൽ ഈ 7 ദിവസം വന്നിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭാഗ്യമല്ല, അതൊരു പുണ്യം മാത്രമാണ്. ഇങ്ങനെയുള്ള പുണ്യമാണ് ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാനുള്ളത്. ബാക്കി ഒന്നും ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. കാരണം അതൊക്കെ നാം നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെടാതെ നമ്മുടെ കൂടെ അവസാന നിമിഷം വരെ നിൽക്കുന്ന ഒരാളേ ഉള്ളൂ. ആര്? ഈ പുണ്യം മാത്രം. ബാക്കിയുള്ള ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് പോകും. ശരീരം, കളത്രം, ഫുദാൻ, ബന്ധുവർഗം, വയസ്യൻ, സത്മ, ഭൃത്യൻ, ഭുവം ച, ഇതൊക്കെ നമ്മളെ ഉപേക്ഷിച്ചു പോകും. ഏകോഗമിഷ്യാമി ദുഃഖേന ദൂരം കിലാഹം. ഒറ്റയ്ക്ക് പോകുമ്പോൾ കൂട്ടിനൊരാളെ കൂടെ ഉണ്ടാവുകയുള്ളൂ. ആര് മാത്രം? പുണ്യം. അതെവിടെ സമ്പാദിച്ചാണ്? ഈ ലോകത്തു നിന്നും സമ്പാദിച്ചു വെച്ച പുണ്യം. അത് നമ്മുടെ കൂടെ നിൽക്കും, അത് വിട്ടുപോവില്ല. എത്ര ജന്മങ്ങൾ നമ്മുടെ കൂടെ പിന്തുടർന്ന് വരുന്നതിൻ്റെ അടയാളമാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ വിട്ടുപോകാതിരിക്കേണ്ടത് പുണ്യമാണ് എന്നൊരു ബോധമുള്ളിൽ ഉറപ്പിച്ചാൽ ഇങ്ങനെയുള്ള സത്സംഗങ്ങളിൽ നിന്നും നിരന്തരമായും ഭഗവത് കഥകൾ കേട്ട് കേട്ട് കിട്ടുന്ന പുണ്യം കൂട്ടായിട്ട് കൊണ്ടു നടക്കണം. ബാക്കി ആരും കൂട്ടുകാരല്ല. അവരൊക്കെ എന്തു ചെയ്യും? ഇടയ്ക്കൊക്കെ ഇട്ടുപോകും, ഉപേക്ഷിച്ച് പോകും. ഒന്നീ സമയമില്ല, അല്ലെങ്കിൽ നേരമില്ല, വേറെ കാര്യമുണ്ട്. പക്ഷേ പുണ്യം അങ്ങനെയല്ല. കൂടെ കൂടിയാൽ നമ്മുടെ കൂടെ തന്നെ നിൽക്കും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് എപ്പോഴും സൂക്ഷിച്ച് വയ്ക്കാനുള്ളത് ഈ പുണ്യം മാത്രമാണ്. ഈ പുണ്യമാണ് ഈശ്വരൻ. ഈശ്വരൻ പുണ്യസ്വരൂപനാണ്. അതുകൊണ്ടാണ് ഈശ്വരൻ്റെ ചൈതന്യമോ സഹായമോ അനുഗ്രഹമോ ഇല്ലെങ്കിൽ മനുഷ്യജീവിതത്തിൽ ഒന്നും ചെയ്യാൻ ആവില്ല. ഉദ്ദിഷ്ടമായ എന്ത് കാര്യം നിറവേറ്റണമെങ്കിലും അതിൻ്റെ പിമ്പിൽ ഒരു ഈശ്വര സഹായം വേണം. മനുഷ്യൻ്റെ വൈഭവവും ശക്തിയുമൊക്കെ എപ്പോഴെങ്കിലും അസ്തമിച്ചു പോകും, അതിൽക്കുള്ളിൽ നിൽക്കില്ല. മഹാഭാരത യുദ്ധമെല്ലാം പര്യവസാനിച്ചപ്പോൾ വ്യാസനൊരു വാക്ക് പറഞ്ഞു, ദൈവമേവ ബലം മന്യേ പൗരുഷം തു നിരർത്ഥകം. ഈശ്വരൻ മാത്രമേ ഉള്ളൂ ബലം, പൗരുഷശക്തി നിരർത്ഥകമാണ് എന്ന് തെളിയിച്ച് കാണിച്ചു. പൗരുഷശക്തിയുടെ ഏറ്റവും വലിയ ബലമായിരുന്നു ഭീമനും അർജുനനും. അവർ രണ്ടുപേരും ഇടവും വലവും നിന്നിട്ടും ഈ യുധിഷ്ഠിരൻ അനുഭവിച്ച ദുഃഖങ്ങൾ, ആപത്തുകൾ, വിപത്തുകൾ
വനത്തിൽ നിന്നും കാട്ടിൽ നിന്നും കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ മുതൽ 4 അനുജന്മാരും അമ്മയും മാത്രം കൂട്ടിനെ കൈപിടിച്ചുകൊണ്ട് വന്ന ആ യുധിഷ്ഠിരൻ അനുഭവിച്ച ദുഃഖങ്ങൾക്ക് ഒരു കയ്യും കണക്കുമില്ല. ഭൗതിക ബലം നന്നായിട്ട് കൂടെയുണ്ട്. അപ്പോഴാണ് വ്യാസൻ പറഞ്ഞത് ഭൗതിക ബലം നിരർത്ഥകമാണ്, ഈശ്വര ബലമുണ്ടെങ്കിൽ മാത്രമേ ഉദ്ദിഷ്ടമായ കാര്യങ്ങൾ പൂർണ്ണമാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. മനുഷ്യപ്രയത്നം അവിടെ നിസ്സാരമാണ്. അടുത്ത കാലത്ത് പ്രളയമുണ്ടായപ്പോഴൊക്കെ നമുക്ക് കുറേയൊക്കെ മനസ്സിലായി നമ്മുടെ പ്രയത്നമൊക്കെ നിസ്സാരമാണ്. അവിടെ ഈശ്വരൻ്റെ കണക്കുകൂട്ടലുകളും ചിന്തയും ഈശ്വരൻ്റെ ദൗത്യവും മാത്രമേ വിജയിക്കുള്ളൂ. നമ്മളുടെ ചിന്തയ്ക്കൊന്നും സ്ഥാനമില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ചതെല്ലാം ഒരു നിമിഷം കൊണ്ട് തല്ലി തകർത്ത് ഇല്ലാതാക്കാൻ കഴിയുന്നതാണ് ഈശ്വരശക്തി. ഇല്ലാത്തതൊക്കെ നമുക്ക് ഉണ്ടാക്കിത്തരാനുള്ള കഴിവും ആർക്കുണ്ട്? ഈശ്വരനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഈശ്വരശക്തി നമ്മുടെ കൂടെയുണ്ട്. അതുമാത്രമാണ് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അവലംബം അല്ലെങ്കിൽ ആശ്രയം. ഈശ്വരനുണ്ട് എന്നറിഞ്ഞാൽ പോരാ, ഈശ്വരനെക്കുറിച്ചുള്ള വിശ്വാസവും പോരാ. ഈശ്വരൻ ദൈനംദിന ജീവിതത്തിലൊരു അവലംബമാണ്, ഒരാശ്രയമാണ്. ഈ ആശ്രയം എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നിറച്ചു വെച്ചെങ്കിൽ മാത്രമേ ഉദ്ദിഷ്ടമായ ഭൗതിക കാര്യങ്ങൾ കൃത്യമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ തടസ്സമുണ്ടാകും. അതുകൊണ്ട് അതിനുവേണ്ടി എന്തു ചെയ്യണം? ഈശ്വര പൂജ ചെയ്യണം. അതേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ മാത്രമല്ല, ദേവന്മാർ യജ്ഞരൂപത്തിൽ ഈ ബ്രഹ്മശക്തിയായ ഈശ്വരനെ ആരാധിക്കുന്നു. മനുക്കൾ അവരുടെ മന്വന്തരങ്ങളിലെ രാജാക്കന്മാരുടെ കൃത്യം കൊണ്ട് എന്തു ചെയ്യുന്നു? ഈ ഭഗവാനെ സേവിക്കുന്നു. രാജാക്കന്മാർ യജ്ഞങ്ങൾ ചെയ്ത് ഭഗവാനെ സേവിക്കുന്നു. മനുഷ്യർ ദേവപൂജകൾ ചെയ്ത് ഭഗവാനെ സേവിക്കുന്നു. ഇത് നിരന്തരം നടക്കുകയാണ്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് രാജസൂയം എന്ന യുധിഷ്ഠിര മഹാരാജാവിൻ്റെ യജ്ഞത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ വിഷയം അവിടെയാണ്. യുധിഷ്ഠിരൻ്റെ രാജസൂയം എന്നുള്ള യജ്ഞത്തെക്കുറിച്ചാണ്. ഇത് യുധിഷ്ഠിരന് ശരിക്കും ബോധ്യമായ സന്ദർഭങ്ങളൊന്നാണിത്. ഈശ്വരകാരുണ്യം കൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള യജ്ഞങ്ങൾ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ നിസ്സാരമായി പോകൂ എന്നറിയാമായിരുന്നു. ഭഗവാന്റെ കാരുണ്യം വേണം എന്ന് ഉറപ്പാണ്. തന്നെയല്ല, രാജാക്കന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യങ്ങളിൽ ഒന്നാണ് യജ്ഞങ്ങൾ. രാജഭരണം ശരിക്കും നിർവഹിക്കണമെങ്കിൽ യജ്ഞം നന്നായി തന്നെ നിർവഹിക്കണം. യജ്ഞഭാഗത്തെ നന്നാക്കിയെടുത്തെങ്കിൽ മാത്രമേ ഭൗതികമായ രാഷ്ട്രഭരണം നടക്കുകയുള്ളൂ. രാജാക്കന്മാരൊക്കെ എന്ത് ചെയ്യണം? അറിഞ്ഞിരുന്നു, അറിയണം. അറിയാതെ പോയാൽ ഉണ്ടാകുന്ന ദുരന്തം നമ്മളൊക്കെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരബലമില്ലാതെ ഞങ്ങൾക്ക് രാജ്യം ഭരിക്കാൻ പറ്റില്ല. രാജ്യത്തിലെ ഒരു വൃക്ഷത്തിലെ ഒരു പൂ ഉണ്ടാവാതിരിക്കുന്നത് ഈശ്വരൻ്റെ നിശ്ചയം കൊണ്ടാണ്, തൻ്റെ കഴിവുകൊണ്ടല്ല. ഇത് രാജാവ് തിരിച്ചറിയണം. തൻ്റെ രാജ്യഭരണ വ്യവസ്ഥ മുഴുവനും കൃത്യമായി കൊണ്ടുപോകാൻ പറ്റുന്നത് താൻ ഉള്ളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈശ്വര ബലം കൊണ്ടാണ് ഒരു രാജാവ് തിരിച്ചറിയണം. അറിഞ്ഞെങ്കിൽ മാത്രമേ കൃത്യമായും ഓരോ നടപടികളും നടക്കുകയുള്ളൂ, ഭണ്ഡാരങ്ങൾ പാകമാവുകയുള്ളൂ, ജനങ്ങളുടെ സഹകരണം പൂർണ്ണമാവുകയുള്ളൂ. ഇതൊക്കെ നിത്യേന രാജാവിന് ലഭിക്കണമെങ്കിൽ യജ്ഞം ചെയ്യണം. അത് രാജാക്കന്മാരുടെ ഗ്രേഡ് അനുസരിച്ച് ഓരോ തരം യജ്ഞങ്ങൾ അനുഷ്ഠിക്കുകയും വേണം. അങ്ങനെയാണ് ചക്രവർത്തി പദത്തിലേക്ക് എത്തണമെങ്കിൽ രാജസൂയം എന്നൊരു യജ്ഞം തന്നെ അനിവാര്യമാണ്. ഇത് ചക്രവർത്തി പദത്തിലെത്താനല്ല, യജ്ഞം ചെയ്യാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള യജ്ഞാദികൾ കൊണ്ടാണ് ലക്ഷ്യത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത്. ഈ കഥ ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ രാജസൂയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ദിവസം തൻ്റെ നിത്യകർമ്മങ്ങളെല്ലാം വേണ്ടവണ്ണം നിർവഹിച്ചിട്ട് ഭഗവാന്റെ ആത്മീക കർമ്മങ്ങളെക്കുറിച്ചൊക്കെ ഒരു അധ്യായത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. എന്തിനാണ് ഇതൊക്കെ വിസ്തരിച്ച് പറഞ്ഞ? ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്നിടം വരെ എന്തൊക്കെ ചെയ്തു എന്ന്. ഇതൊക്കെ നമുക്കറിഞ്ഞിട്ട് എന്താ കാര്യം നമ്മൾ ചോദിക്കും. കാരണം ഇതറിഞ്ഞിട്ട് വേണം നമ്മളുടെ ജീവിതചര്യകളെ നമുക്കും ഈ ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാൻ. യദ്യദാചരതി ശ്രേഷ്ഠ തത്ദേവ ഇതരോജന ഫയത് പ്രമാണം ഗുരുതേ ലോകസ്ഥതനുവർത്തത.
സജ്ജനങ്ങൾ കാണിക്കുന്ന കണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ അത് ഒരു പ്രമാണമായിട്ട് മാറും. ഇത് ലോകൻ അംഗീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭഗവാന്റെ ആത്മിക കൃത്യങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കി. അത് മേൽപ്പത്തൂർ പറയും, സ്വയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം. മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഭഗവാൻ ഓരോരോ അവതാരങ്ങൾ സ്വീകരിച്ച് ഭൂമിയിൽ വരുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരു ദിവസം കഴിച്ചു കൂട്ടേണ്ടത്, രാവിലെ എഴുന്നേറ്റ് എങ്ങനെയൊക്കെ കുളിക്കണം, ആ കുളിയുടെ സ്വഭാവത്തെക്കുറിച്ച്, പിന്നെ സന്ധ്യാവന്ദനത്തെക്കുറിച്ച്, അതെങ്ങനെയൊക്കെ വേണം, എന്തൊക്കെയാണ് വേണ്ടത്, ജപിക്കേണ്ടത്, ഭഗവാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനൊക്കെ അപ്പുറത്താണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് എന്താണ്? നമ്മളിങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ ഗോക്കളെ പൂജിക്കണം, ഗോപൂജ ചെയ്യണം, പിന്നെന്താ ബ്രാഹ്മണ പൂജ ചെയ്യണം, തേവാരം കഴിക്കണം, അതുപോലെ വൃദ്ധന്മാരെ പൂജിക്കണം, ഗുരുക്കന്മാരെ പൂജിക്കണം. ഇതൊക്കെ നിത്യേന ചെയ്യേണ്ട ജീവിതചര്യകളിൽപ്പെട്ടതാണ്. ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് തീർത്ത് എല്ലാ ആഭരണങ്ങളും അണിഞ്ഞ് നല്ല വസ്ത്രങ്ങളണിഞ്ഞ് ഭക്ഷണം കഴിച്ച് സദസ്സിൽ വന്നിരിക്കും. ഒരു ജോലിക്ക് പോകേണ്ട ഒരാൾ എങ്ങനെയൊക്കെ പോകണം എന്ന് കാണിക്കാൻ പാകത്തിന് കൃത്യമായിട്ടും അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സദസ്സിലെത്തിയപ്പോൾ യാദൃശ്യമായിട്ട് ഒരു ദൂതൻ അന്ന് ആ സദസ്സിലേക്ക് വന്നു. മഗധരാജ്യത്തു നിന്നും വന്നവനാണ് ഈ ദൂതൻ എന്ന് മനസ്സിലായി. അവിടെ ഇരുന്നവരൊക്കെ അത്ഭുതപ്പെട്ടു. കാരണം ശ്രീകൃഷ്ണൻ്റെ ശത്രുവാണ് മഗധയിലെ രാജാവ്. അവിടുന്ന് ഒരു ദൂതൻ വരിക എന്ന് പറഞ്ഞാൽ അതത്ര നിസ്സാര കാര്യമായിരിക്കില്ല, എന്തെങ്കിലും ഗൗരവമായ വിഷയമാണ് എന്ന് വിചാരിച്ചിട്ട് ആ ദൂതൻ വന്ന് ഭഗവാനെ നമസ്കരിച്ചിട്ട്, ഒരു കാര്യം അറിയിക്കാനാണ് ഞാൻ വന്നത്. എന്താണ്? ജരാസന്ധ നിരോധജം രാജ്ഞം ദുഃഖം നിവേദയാമാസാം. ജരാസന്ധൻ്റെ നിരോധത്തിൽ നിന്നുമുണ്ടായ, ജരാസന്ധൻ തടഞ്ഞു വെച്ചതുകൊണ്ടുണ്ടായ കുറേ രാജാക്കന്മാരുടെ ദുഃഖത്തെ നിവേദയാമാസ അറിയിച്ചു. അതിനാണ് ഞാൻ വന്നത്. ഇവിടെ ഏതാണ്ട് 20,800 രാജാക്കന്മാരെ ദിഗ്വിജയം നടത്തിപ്പോയപ്പോൾ ജരാസന്ധൻ അവരൊക്കെ തന്നോട് എതിർത്തു നിന്നു, കപ്പം കൊടുത്തില്ല. അതുകൊണ്ട് ഇവരെയൊക്കെ പിടിച്ചുകൊണ്ടെന്ന് ഗിരിവ്രജം എന്നൊരു വലിയ ജയിൽ പോലെ ഒരു സ്ഥാനത്ത് അടച്ചു, അവരെ ജയിലിൽ പാർപ്പിച്ചു. ഈ ദുഃഖം രാജാക്കന്മാർക്ക് സഹിക്കാനാവില്ല. തങ്ങളെ ഒന്ന് മോചിപ്പിക്കണം. ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല എന്നവർക്ക് മനസ്സിലായി. അവസാനം ആരാണ് ആശ്രയം? ഈശ്വരൻ, ഭഗവാനോട് തന്നെ പറയണം. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. ആരും ആശ്രയമില്ലെങ്കിൽ പിന്നെ ആരാണ്? ഈശ്വരൻ മാത്രം. അതുവരെയൊക്കെ ആര് വേണം? നിങ്ങളൊക്കെ വേണം. നമ്മളൊന്നും വിചാരിച്ചാൽ പറ്റുന്നില്ല എന്ന് കണ്ടാൽ ഇനി ആരേ ഉള്ളൂ? ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ രാജാക്കന്മാർ ഇനി ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമാണ് ഏക ആശ്രയം എന്ന് കരുതിയിട്ട് രാജാക്കന്മാർ എന്നെ പറഞ്ഞയച്ചതാണ്. അവർ ഈ പറഞ്ഞയച്ച കൂട്ടത്തിൽ കുറേ കാര്യങ്ങൾ കൂടി പറഞ്ഞയക്കുന്നുണ്ട്. ഞങ്ങൾ രാജസുഖത്തിൽ മോഹിച്ച് ക്ഷണികമായ ഈ ജീവിതം മുഴുവനും നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇത്രയും കാലം മിഥ്യയായ സുഖത്തിൽ ക്ലേശിച്ചു. രാജാക്കന്മാർക്ക് കിട്ടുന്ന സുഖം മിഥ്യാസുഖമാണ്. അത് സ്ഥിരമല്ല. ഇന്ന് ജയിക്കും, നാളെ തോക്കും, ഇന്ന് ഭരിക്കാം, നാളെ ചിലപ്പോൾ ഭരിക്കാൻ പറ്റില്ല. സ്ഥിരമല്ല. മിഥ്യയായിട്ട് തോന്നിക്കുന്ന ക്ഷണികമായ ജീവിത സാഹചര്യങ്ങളിലൊക്കെ അകപ്പെട്ട് അതിൽ ഞങ്ങൾ ക്ലേശിക്കുകയാണ്. സ്വപ്നായുധം നൃപസുഖം. രാജാക്കന്മാരുടെ സുഖമൊക്കെ സ്വപ്നം പോലെ മാത്രമേ ഉള്ളൂ. ഒരു സ്വപ്നം കണ്ട് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന പോലെ മാത്രമേ ഉള്ളൂ. മിഥ്യയാണ്, സത്യം അല്ല. പരതന്ത്രമേഷ, മറ്റുള്ളവരുടെ തന്ത്രത്തിൽ അധീനമാണ്. ഇപ്പം രാജാക്കന്മാരെ രാജ്യഭരണത്തിൽ നിർവഹിക്കുന്നതിന് ജനാധിപത്യ ഭരണം എന്നൊരു സമ്പ്രദായം അന്ന് നിലവിലുണ്ടായിരുന്നു. പരതന്ത്രം ഈശ, ഞങ്ങളൊക്കെ ജനങ്ങളുടെ തന്ത്രത്തിൽ അധീനപ്പെട്ടവരാണ്. അവരുടെ ഹിതാനുസരണം ചിലപ്പോൾ ഞങ്ങളെന്ത് ചെയ്യാം? മാറും, ഞങ്ങളിരിക്കാം. നോക്കൂ, ഇതൊക്കെ തിരിച്ചറിയണം. അല്ല, ഞങ്ങളുടെ ഇഷ്ടാനുസരണം ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. പരതന്ത്രന്മാരാണ് ഞങ്ങളൊക്കെ, സ്വതന്ത്രന്മാർ അല്ല. ഇതൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഈ ജയിലിൽ കിടന്ന് നമ്മൾ തിരിച്ചറിയാൻ പറ്റിയത്. ഇത്രയും കാലത്തൊന്നും അറിയാൻ പറ്റിയില്ല. ജീവിതം വ്യർത്ഥമാണ്, നിസാരമാണ്, ഇതൊക്കെ കാര്യങ്ങൾ ഇപ്പോഴാണ് അറിയാൻ പറ്റിയത്. ശശ്വത് ഭയേന മൃതകേന ധുരം വഹാമ.
ഞങ്ങൾ ശാശ്വതമായ ഒരു ഭയത്തോടു കൂടിയാണ് രാജ്യഭാരം നിർവഹിക്കുന്നത്. രാജാക്കന്മാരൊക്കെ അങ്ങനെയാണ്, പേടിച്ചിരിക്കും എപ്പോഴും. ശാശ്വതമായും കൂടെയുള്ള എന്തേ ഉള്ളൂ? ഭയം മാത്രമേ ഉള്ളൂ. ആ ഭയത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ രാജ്യം നിർവഹിക്കുന്നത്. എപ്പോഴും പേടിയാണ്. രാജാക്കന്മാർ എന്താണ്? ആക്രമണം എവിടെ നിന്ന് വരും അറിയില്ല. അമ്പും വില്ലും തലക്കൽ വെച്ചുകൊണ്ട് കിടന്നുറങ്ങുക. കാരണം എപ്പോഴാണ് ആക്രമണം വരുന്നതെന്ന് അറിയില്ല. വളരെ ഭയപ്പാടോടു കൂടിയാണ് രാജ്യഭാരം നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ഈ സംസാര ജീവിതത്തിലെ ജരാസന്ധ ബന്ധനരൂപമായ ഒരു കയറുകൊണ്ട് ഞങ്ങളെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ ബന്ധനത്തിൽ നിന്നും ഞങ്ങളെ മുക്തരാക്കണം. ബന്ധമുക്തി ആർക്കേ കൊടുക്കാൻ പറ്റൂ? ഭഗവാനേ പറ്റുള്ളൂ, ബാക്കി ആർക്കും പറ്റില്ല. ഞങ്ങളിപ്പോൾ ജരാസന്ധൻ്റെ ബന്ധനാവസ്ഥയിൽ ബന്ധിതരാണ്. അതിൽ നിന്ന് ഞങ്ങൾക്ക് മുക്തി നൽകണം. വയം ത്വം ശരണം യാമോ, ഞങ്ങളിതാ അങ്ങേ ശരണം പ്രാപിക്കുന്നു. ഭവഭീത പൃഥഗ്ധിയ, സംസാര ഭയം കൊണ്ട് ഞങ്ങൾ വിഷമിച്ചിരിക്കുകയാണ്. കൃഷ്ണ കൃഷ്ണ അപ്രമേയാത്മൻ പ്രപന്ന ഭയഭഞ്ജനാം, അപ്രമേയാത്മനായ ഹേ ഭഗവൻ, ആശ്രയിക്കുന്നവരുടെ ദുഃഖമില്ലാതാക്കുന്നവനാണങ്ങ്, ഞങ്ങൾക്കറിയാം. ഇത്രയൊക്കെ ദൂതൻ വന്ന് പറഞ്ഞു. ഒരു വാക്യത്തിലല്ല. രാജാക്കന്മാരുടെ അഹന്ത മുഴുവൻ ശമിച്ച് അവരുടെ ജന്മം മുഴുവനും ഭഗവത് പാദങ്ങളിലേക്ക് അർപ്പിക്കാൻ തയ്യാറായി. ഭഗവത് ദർശനത്തിൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് മുക്തി നൽകാൻ അങ്ങേക്ക് മാത്രമേ പറ്റുള്ളൂ, ബാക്കി ആർക്കും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളെ എന്ത് ചെയ്യണം? എത്രയും വേഗം ഇതിൽ നിന്ന് മോചിപ്പിക്കണം. ഇതാവശ്യപ്പെട്ടുകൊണ്ടാണ് ദൂതൻ വന്നു കയറിയത്. ഈ ദൂതൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ദേവർഷിയായ നാരദ മഹർഷി അവിടേക്ക് എത്തിച്ചേരും. നാരദൻ വന്നപ്പോൾ പെട്ടെന്ന് ദൂതൻ്റെ വാക്കുകൾ അവിടെ നിർത്തിയിട്ട് നാരദൻ്റെ പുറകെ സഭാവാസികളൊക്കെ പോയി ചെന്നു, സ്വീകരിച്ചു, കാല് കഴിച്ച് അകത്ത് കയറ്റിയിരുത്തി പൂജാദ്രവ്യങ്ങൾ കൊണ്ട് പൂജിച്ചു. ഇതെല്ലാം ഇത് ഋഷിയാണ്, ദേവഋഷിയാണ്. അങ്ങനെ പൂജിച്ചു. അത് കഴിഞ്ഞ് അല്പസമയം കുശല പ്രശ്നം ചെയ്യണം. സുഖമല്ലേ എന്ന് ചോദിക്കണം. നാരദനോട് എന്താ ചോദിക്കുക? അതുകൊണ്ട് നാരദനോട് ചോദിച്ചത്, ഹേ മഹർഷേ, ലോകത്തിലെല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിക്കാൻ കാരണം 14 ലോകത്തിലും മാറി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരാളാണ് നാരദൻ. അപ്പോൾ എവിടെയെങ്കിലും ആർക്കെങ്കിലുമൊക്കെ വിഷമോ ദുഃഖമോ ഉണ്ടെങ്കിൽ ആർക്കറിയാം? നാരദൻ അറിയാം. അതുകൊണ്ട് നാരദനോട് ചോദിച്ചു, 14 ലോകത്തിലും എല്ലാവർക്കും സുഖമല്ലേ, സ്വസ്തിയല്ലേ എല്ലാവരും എന്ന് ചോദിച്ചു. അപ്പോൾ നാരദൻ പറഞ്ഞു, ഇതൊക്കെ എന്നെപ്പോലെ തന്നെ ആർക്കും അറിയാം, അങ്ങേക്കും അറിയാമല്ലോ. ഞാൻ പോയിട്ട് അറിയുന്നേ, അങ്ങേക്ക് പോകണ്ട, ഇവിടെ ഇരുന്നാൽ മതി. എന്ത് ചെയ്യാം? 14 ലോകത്തിനുള്ള സമസ്ത ജീവജാലങ്ങളുടെയും ഭയവും ദുഃഖവും വ്യഥയും സന്തോഷമൊക്കെ ആർക്കറിയാം? അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ പിന്നെ ചോദിക്കേണ്ട ആവശ്യം വാസ്തവത്തിലില്ല. ഞാനിതെല്ലാം പോയിട്ടാണ് തിരിച്ചറിയാൻ പറ്റിയത്. അങ്ങേക്ക് എങ്ങും പോകണ്ട, മനസ്സുകൊണ്ട് ഇതെല്ലാം തിരിച്ചറിയുന്ന ആളാണ് അങ്ങ്. എങ്കിലും ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്താണ്, അങ്ങേക്ക് അങ്ങയുടെ ഏറ്റവും ഉറ്റ ബന്ധുവായ ആ ധർമ്മപുത്രരെ യക്ഷതി ത്വം മഖേന്ദ്രേണ രാജസൂയേന പണ്ഡവാം, രാജസൂയം എന്നുള്ളൊരു മഖം കൊണ്ട്, യാഗം കൊണ്ട് അങ്ങയെ ആരാധിക്കാൻ അങ്ങയുടെ ബന്ധുവായ, അങ്ങയുടെ ജ്യേഷ്ഠനായ, അങ്ങയുടെ സുഹൃത്തായ, അങ്ങയുടെ ഭക്തനായ യുധിഷ്ഠിരൻ ആഗ്രഹിക്കുന്നു. ഇതാണ് അറിയിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ടെന്താണ് അദ്ദേഹം നടത്തിക്കോട്ടെ? അല്ല, അങ്ങയുടെ പൂർണ്ണ സാന്നിധ്യം ആ സഭയിൽ എന്നും ഉണ്ടാവണം. അങ്ങ് അവിടെ വന്നിരുന്ന് രാജസൂയ എന്ന യജ്ഞം ആദ്യന്തം നടത്തിത്തരണം. ഇതാവശ്യപ്പെടാനാണ് ആര് വന്നത്? നാരദൻ വന്നിരിക്കുന്നത്. അത് നടത്തിക്കൊടുക്കണം. യജ്ഞശാല മുഴുവനും അങ്ങയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കണം. അങ്ങയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രമേ യജ്ഞശാല പരിശുദ്ധമാവുകയുള്ളൂ. യജ്ഞശാലയല്ല, നമ്മുടെ വീടും അങ്ങനെ തന്നെയാണ്. പരിശുദ്ധമാകണമെങ്കിൽ ആരുടെ സാന്നിധ്യം വേണം? ഭഗവാന്റെ സാന്നിധ്യം വേണം. ഈശ്വരൻ്റെ സാന്നിധ്യം വീട്ടിൽ നിറഞ്ഞു നിന്നെങ്കിലേ വീട് പരിശുദ്ധമാകും. പക്ഷെ നമുക്ക് അത്ര വലിയ മോഹമില്ലാത്തതുകൊണ്ട് നമ്മൾ വീടിൻ്റെ ഏതെങ്കിലും കോവണിയുടെ കീഴിൽ ഒരു ചെറിയ സ്ഥലത്ത് ഒരു കുഞ്ഞു ഭാഗത്ത് ഒരു വിളക്ക് എത്തിച്ച് ഈശ്വരൻ പറയും, ഇവിടെ ഇരുന്നാൽ മതി, ഇവിടെയുള്ള സ്ഥലം, ബാക്കി സ്ഥലമൊക്കെ ഞങ്ങൾക്ക് വിഹരിക്കാൻ വേണം. എത്ര വലിയ ലക്ഷക്കണക്കിന് കാശ് മുടക്കി ഉണ്ടാക്കി വെക്കുന്ന വീടല്ലേ. ആ വീടിൻ്റെ മുകളിൽ കയറി ചെല്ലുന്ന സ്വീകരണ മുറി വലുതായിരിക്കണം. പിന്നെന്താണ്, അതിൻ്റെ അകത്തുള്ള ഭക്ഷണ മുറി അതിനേക്കാൾ വലുതാവണം. കിടക്ക മുറിക്കകത്ത് വലിയ വലിയ കട്ടിലുകളൊക്കെ വാരിയിട്ട് അതിൻ്റെ സ്ഥലം ഉണ്ടാവണം. ഇങ്ങനെ എന്ത് ചെയ്യണം? എല്ലാ മുറികളും വിസ്തൃതവും
വിശാലവുമായിരിക്കണം, കണക്കുണ്ട്. പൂജമുറിയോ അതെവിടെയെങ്കിലും ഒരു കോണിൽ ഇത്തിരി സ്ഥലമുണ്ടെങ്കിൽ ഒരു വിളക്ക് വെച്ചാൽ മാത്രം മതി, എത്ര വേണ്ടു, ഒരു ഫോട്ടോയും കൂടെ വെച്ചേക്കാം വേണമെങ്കിൽ, ഇത്രേ ഉള്ളൂ. എങ്ങനെയാണ് ഈശ്വരൻ്റെ സാന്നിധ്യം ഒരു വീട്ടിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്നത്? നമ്മളുടെ സാന്നിധ്യമാണ് വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇവിടെ വേണ്ടത് എന്താണ്? അങ്ങയുടെ സാന്നിധ്യം ആ യജ്ഞശാലയിൽ നിറഞ്ഞു നിന്നെങ്കിൽ മാത്രമേ ഈ യജ്ഞം സമ്പൂർണ്ണമാകുകയുള്ളൂ. നമ്മുടെ ജീവിത യജ്ഞവും സമ്പൂർണ്ണമാവാൻ നമ്മുടെ ഗൃഹത്തിൽ സമ്പൂർണ്ണമായി ഭഗവത് ചൈതന്യം നിറഞ്ഞു നിൽക്കണം. എല്ലായിടത്തും ഈശ്വരൻ ഉണ്ടായിരിക്കണം, ഒരിടത്ത് മാത്രമല്ല, ഒരു മുറിയിൽ മാത്രമല്ല. അതുകൊണ്ട് ഒന്നും അറിയാത്തവനെ പോലെ ഭഗവാൻ അത് കേട്ട് ചിരിച്ചു. ചിരിച്ചിട്ട് പറഞ്ഞു, ആലോചിക്കട്ടെ, കാരണം രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതാണ്. ദൂതനും എന്ന് പറഞ്ഞു, നാരദനും എന്ന് പറഞ്ഞു. രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഏതിനാ പോവേണ്ടത്? ഇതൊന്നും ആലോചിക്കണ്ടേ? ഭഗവാനിൻ്റെ ആവശ്യമൊന്നുമില്ല. എങ്കിൽ പോലും ഞാനിതൊന്ന് ആലോചിച്ചിട്ട് പറയാം, അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് നാരദ മഹർഷിയോട് പറഞ്ഞു. ഒന്ന് ചിന്തിക്കണം. ആരോടാണ്? അവിടെയുള്ള സഭാവാസികളോട്, തൻ്റെ മന്ത്രിമാരോടൊക്കെ ഒന്ന് കൂടി ആലോചിക്കണം. എന്തിനാണ് ആദ്യം പോകേണ്ടത്? രാജാവിൻ്റെ കൃത്യം അങ്ങനെയാണ്. ഇപ്പം താൻ വന്നിരിക്കുന്ന രാജസദസ്സിലാണ്. രാജസദസ്സിൽ വന്നിരുന്ന് ഭഗവാന്റെ ഇഷ്ടം പോലെ ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. അത് രാജധർമ്മമല്ല. എന്തു ചെയ്യണം? മന്ത്രിമാരോട് ആലോചിക്കണം, കൂടെയുള്ളവരോട് ആലോചിക്കണം എന്തു വേണം എന്ന്. ഈ മന്ത്രസഭയാണ്, മന്ത്രിസഭയല്ല. മന്ത്രം എന്ന് വെച്ചാൽ അർത്ഥം കൂടിയാലോചന. കൂടിയാലോചനയ്ക്കുള്ളൊരു സഭയാണ് മന്ത്രസഭ. അതുകൊണ്ടൊരു മന്ത്രസഭയിൽ വെച്ച് ആലോചിക്കേണ്ട കാര്യങ്ങളൊക്കെ കൂടി ആലോചിച്ച് തീരുമാനിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ. അങ്ങനെ അറിയാമെങ്കിൽ പോലും ഇതിങ്ങനെ അപ്പോൾ പല്ലും പറഞ്ഞു, തെല്ലു പറഞ്ഞു, ജരാസന്ധനെ കൊല്ലാൻ ആദ്യം പോകേണ്ടത്. രാജാവിൻ്റെ പ്രധാനപ്പെട്ട കൃത്യം ശത്രു സംഹാരമാണ്, അത് മാറ്റിവെക്കാൻ പറ്റില്ല. ചില്ലറക്കാരൊന്നുമല്ല. 20,000 രാജാക്കന്മാരെയാണ് ബന്ധിച്ചിട്ടിരിക്കുന്നത്. ഇത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? ജരാസന്ധനെ കൊല്ലണം. വേറെ ചിലർ പറഞ്ഞു, അതല്ല, എന്ത് ചെയ്യണം? ദേവകാര്യം ഭംഗിയാക്കണം. അത് ഭംഗിയായെങ്കിൽ മാത്രമേ ബാക്കിയൊക്കെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങ് പോകേണ്ടത് എന്താണ്? വിശിഷ്ടൻ്റെ യജ്ഞശാലയിലേക്കാണ് എന്നിങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് തീരുമാനിക്കാം. രണ്ടാശയങ്ങൾ വന്നാലോ? യക്ഷമാണേന പാർത്ഥേനാഥ ദുഷന്മുരം അഭിചൈദ്യം പ്രതിഷ്ഠാഫുര അഫിത് കാര്യദ്വയാകുല. രണ്ട് കാര്യം കൊണ്ട് ആകുലനായി. അപ്പം പിന്നെ തൻ്റെ പ്രധാനമന്ത്രിയായ ഉദ്ധവരെ വിളിച്ചു. ചോദിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ രണ്ടിനും തീർപ്പ് കൽപ്പിക്കണം, അത്രേ ഉള്ളൂ. ഉദ്ധവർ പണ്ഡിതനാണ്, ബൃഹസ്പതിയിൽ നിന്നും സമസ്ത ശാസ്ത്രങ്ങളും പഠിച്ചവനാണ്, ശ്രീകൃഷ്ണ ഭക്തനാണ്, കാര്യാലോചനയിൽ മിടുമിടുക്കനാണ്, ഇതൊക്കെ അറിയാവുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, യഷ്ടവ്യം രാജസൂയേന ദിക്ചക്ര ജൈനോ വിഭോ അതോ ജരാസുതജയ ഉഭയാർത്ഥേ മതോ മമാം. എൻ്റെ അഭിപ്രായം, രാജസൂയത്തിന് വേണ്ടി ചെന്നാൽ രാജസൂയം ചെയ്യണമെങ്കിൽ ദിഗ്വിജയം ചെയ്യണം. ആദ്യം ദിഗ്വിജയം ചെയ്യാൻ പോകുമ്പോൾ ജരാസന്ധനും ജയിച്ചേ പറ്റൂ. അപ്പോൾ രാജസൂയത്തിന് പോയാൽ ജരാസന്ധവധവും നടക്കും, രാജസൂയവും നടക്കും, രണ്ടും നടക്കും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും കൂടെ ഒന്നിപ്പിച്ചു. ആര്? ഉദ്ധവർ. അതാണ് ഉദ്ധവരുടെ കഴിവ്. രണ്ട് കാര്യങ്ങൾ ഒന്നിന് പോയാൽ മറ്റേ കാര്യം കൊണ്ട് എന്ത് ചെയ്യാം? സാധിക്കാം. അതേസമയത്ത് ജരാസന്ധനെ കൊല്ലാൻ പോയാൽ യജ്ഞം ഇവിടെ നിൽക്കുകയുള്ളൂ. യജ്ഞത്തിന് പോയാൽ യജ്ഞത്തിൻ്റെ അംഗമാണ് മറ്റുള്ള രാജാക്കന്മാരെയൊക്കെ എന്ത് ചെയ്യണം? ജയിച്ചു വരണം എന്നുള്ളത്. അത് രാജസൂയത്തിൻ്റെ ആദ്യത്തെ അംഗമാണ്. അങ്ങനെ പോകുമ്പോൾ ആ കൂട്ടത്തിൽ ജരാസന്ധൻ ഉൾപ്പെടും. അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? നിഗ്രഹിച്ച് ജയിച്ചു വന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് രണ്ടും ഒന്നിച്ച് നടക്കാൻ സാധിക്കും. അതുകൊണ്ട് രാജസൂയേന യഷ്ടവ്യം, രാജസൂയം കൊണ്ട് യജിക്കേണ്ടതാണ്. ദിക്ചക്ര ജൈനോ വിഭോ, ദിക്ചക്രങ്ങളെയൊക്കെ ജയിക്കാൻ അതുകൊണ്ടാണ് സാധിക്കുന്നത്. അതോ ജരാസുത ജയ, അതുകൊണ്ട് ജരാസന്ധനും ജയിക്കാൻ പറ്റും. ഉഭയാർത്ഥേ മതവുമ, രണ്ടും കൂടെ ഒന്നിച്ച് സാധിക്കാം എന്നാണ് എൻ്റെ ആശയം. പക്ഷേ ഒരു കാര്യമുണ്ട്, ജരാസന്ധനം ജയിക്കണമെങ്കിൽ 1000 ആനയുടെ ശക്തിയുള്ളവനെ അത്ര പെട്ടെന്ന് ജയിക്കാൻ സാധിക്കില്ല. അങ്ങേക്കറിയാം അത്. ഒറ്റ വഴിയുള്ളൂ, ദ്വന്ദ്വയുദ്ധം കൊണ്ട് മാത്രമേ അദ്ദേഹം ജയിക്കാൻ പറ്റുള്ളൂ. ഒത്തിരി സൈന്യങ്ങളൊന്നും ചെന്നാൻ പറ്റത്തില്ല. ദ്വന്ദ്വയുദ്ധത്തിൽ മാത്രമേ അദ്ദേഹത്തെ ജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങ്
അവൻ്റെ അടുക്കൽ പോയി ദ്വന്ദ്വയുദ്ധം യാചിക്കണം. എങ്ങനെ വേണം? ബ്രാഹ്മണ വേഷധാരിയായിട്ടേ ചെയ്യാവൂ. ജരാസന്ധൻ്റെ ഒരു വലിയ ദൗർബല്യം അതാണ്. ബ്രാഹ്മണർ വന്ന് കൈ നീട്ടിയാൽ എന്തും കൊടുക്കും. അതൊരു ദൗർബല്യമാണ്. അപ്പം കാര്യം സാധിക്കണമെങ്കിൽ ആൾക്കാരുടെ ദൗർബല്യം എന്താണെന്നുണ്ടാൽ അത് സാധിച്ചു കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്താണ്? ബ്രാഹ്മണ വേഷധാരികളായിട്ട് നിങ്ങൾ മൂവരും ചെന്ന് അദ്ദേഹത്തോട് ദ്വന്ദ്വയുദ്ധം യാചിക്കണം. ദ്വന്ദ്വയുദ്ധത്തിൽ വെച്ച് എന്ത് ചെയ്യണം? അദ്ദേഹത്തെ നിഗ്രഹിക്കണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതെല്ലാം വേണ്ട വിധത്തിൽ നടക്കും എന്ന് വിദഗ്ധമായൊരു ഉപദേശവും കൊടുത്ത് ജരാസന്ധവധ കൃഷ്ണ ഭൂര്യർത്ഥായോപകൽപ്യതേ. ഹേ കൃഷ്ണ, ജരാസന്ധനെ വധിക്കുന്നത് കൊണ്ട് അനേക കാര്യങ്ങൾ സാധിക്കാൻ പറ്റും. ഭൂരി അർത്ഥായ ഉപകൽപ്പതേ. ജരാസന്ധനെ കൊല്ലുന്നതുകൊണ്ട് ഒരു കാര്യം മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ സാധിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ജരാസന്ധ വധം എന്നുള്ളത് ഈ കെട്ടിയിട്ടിരിക്കുന്ന രാജാക്കന്മാരെ മോചിപ്പിക്കൽ മാത്രമല്ല, അനേകം ദുഷ്ടന്മാർ, അനേകം ദൂഷിതന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങ് അവതരിച്ചത്. അവതാര ലക്ഷ്യം അതാണ്. ശിഷ്ടരക്ഷണവും ദുഷ്ടന്മാരെ സംഹരിക്കലുമാണ്. ഈ കൃത്യം അങ്ങ് നിർവഹിച്ചില്ലെങ്കിൽ പിന്നെ അതാരാണ്? അതുകൊണ്ട് ഭക്തന്മാരെ ദോഹിക്കുന്ന ഒരു ദുഷ്ടന്മാരും ഈ ഭാരതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഭക്തദ്രോഹി വിനശ്യതി. ഭക്തന്മാരെ ദോഹിക്കുന്നതിന് എന്ത് ചെയ്യണം? നശിക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ട് ആരെ കൊല്ലണം? ജരാസന്ധനെ കൊല്ലാൻ ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഭക്തന്മാരെ ആൾക്കാരെയൊക്കെ വിദ്വേഷിക്കുന്നവനാണ് അവൻ. അങ്ങാകട്ടെ ഒരു പ്രതിജ്ഞയത്തിനുണ്ട്, നമേ ഭക്ത പ്രണശ്യതി. എൻ്റെ ഭക്തൻ എന്ത് ചെയ്യരുത്? ഒരിക്കലും നശിക്കരുത്. ഇത് രണ്ടും സത്യമാക്കണമെങ്കിൽ ആരെ കൊല്ലാൻ പറ്റൂ? ജരാസന്ധനെ കൊല്ലാൻ പറ്റൂ. കാരണം ഭക്തദ്രോഹികളായി അദ്ദേഹം വളർന്നു വരികയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലണം. അങ്ങയുടെ ഭക്തന്മാരാരും ഒരിക്കലും ഭൂമിയിൽ എന്ത് ചെയ്യരുത്? നശിക്കരുത്. അങ്ങ് നശിച്ചാൽ പിന്നെ അങ്ങയെ ആരെ ആശ്രയിക്കും? അത് പാടില്ല. അതുകൊണ്ട് ഈ അവതാരോദ്ദേശ്യം പൂർണ്ണമാക്കാൻ വേണ്ടി അങ്ങ് ആദ്യം രാജസൂയത്തിന് തന്നെ പോകണം. ഇതാണ് എൻ്റെ അഭിപ്രായം എന്ന് ഉദ്ധവർ പറഞ്ഞിരുന്നപ്പോൾ കൃഷ്ണൻ അതിനെ അംഗീകരിച്ചു. അങ്ങനെ ആവട്ടെ. ഉദ്ധവരുടെ ഇതൊക്കെ തൻ്റെ മനസ്സിലിരിക്കുന്ന ആശയം തന്നെയാണ്. അതിനെ ആരെ പറഞ്ഞത്? ഉദ്ധവർ പറഞ്ഞത്. ഉദ്ധവരെ കൊണ്ട് പറയിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ, ഇതൊക്കെ നമ്മുടെയൊക്കെ ഉള്ളിലിരുന്ന് നമ്മളെ കൊണ്ട് ചെയ്യിക്കല്ലേ ചെയ്യുക. ഓരോ ആശയങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക ചെയ്യുക. നമ്മൾ പറയും ഇതെൻ്റെ ആശയമാണ്, ഇതെൻ്റെ അഭിപ്രായമാണ്, ഞാനാണ് നടപ്പാക്കിയത്. നമുക്ക് ഒരു കാര്യമില്ല. കാരണം ഈ ആശയങ്ങളൊക്കെ ആരാ കൊണ്ടുതരുന്നത്? ഈശ്വരൻ തന്നെയാണ്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അതിനെ നടപ്പാക്കുന്നതും ആരാണ്? ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്? നടപ്പായി പോകുന്നത്. അല്ലെങ്കിൽ ഒക്കെ മുടങ്ങിപ്പോകും. എത്ര പദ്ധതി മുടങ്ങിപ്പോയിരിക്കുന്നു. ഈ പദ്ധതികളൊക്കെ മുടങ്ങിപ്പോകുന്നത് അതിൻ്റെ പിമ്പിൽ ആരില്ല? ഈശ്വരൻ്റെ ശക്തി പ്രവർത്തിക്കുന്നില്ല എന്ന് സാരം. ഇത് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ രാജ്യകാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് പോയേക്കാം. എങ്ങോട്ട് പോവുകയാണ്? നമ്മൾ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്രയാവണം എന്ന് കരുതി കൃഷ്ണനും സൈന്യത്തോടുകൂടി ബന്ധുക്കളുമായിട്ട് എല്ലാ ആടയാഭരണങ്ങളും വസ്ത്രങ്ങളുമൊക്കെ ധരിച്ച് അണിഞ്ഞൊരുങ്ങി യാത്രയായി. പോകുന്ന വഴിക്ക് കുറേ രാഷ്ട്രങ്ങൾ പിന്നിട്ടാണ് പോകുന്നത്. ആനർത്തം, സൗവീരം, കുരുക്ഷേത്രം, പാഞ്ചാലം, മത്സ്യരാജ്യങ്ങളൊക്കെ കടന്ന് ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. അവിടെ ചെന്നതോടെ പാണ്ഡവന്മാർ ഇങ്ങോട്ട് വന്ന് അത്ഭുതത്തോടെ, ബഹുമാനത്തോടെ, ആശ്ചര്യത്തോടെ ഭഗവാനെ സ്വീകരിച്ചു. ആ സ്വീകരണം ഇവർ മാത്രമല്ല, ആ നാട്ടിലുള്ള സമസ്ത ബാലന്മാരും വൃദ്ധന്മാരും സ്ത്രീകളും എല്ലാവരും കൂടുന്നൊരു വലിയ സ്വീകരണമായി. അതൊക്കെ ഭഗവാൻ ഏറ്റുവാങ്ങി. സ്വീകരിക്കുന്നതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. യുധിഷ്ഠിരൻ ഇപ്പോൾ രാജാവാണ്. രാജാവ് ശ്രീകൃഷ്ണനെ പോലെയുള്ള ഒരു പരമാത്മ ചൈതന്യത്തെ സ്വീകരിക്കാൻ ചെല്ലുമ്പോൾ സ്വാഭാവികമായും ഈശ്വരനെ പൂജിക്കുന്ന പോലെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. യുധിഷ്ഠിരന് അറിയാം. പക്ഷേ ഉള്ളിലുള്ള പരിഭ്രമം കൊണ്ട് ഇതൊക്കെ തെറ്റിപ്പോയി. എന്താദ്യം ചെയ്യണം, എന്ത് പിന്നെ വേണം എന്നുള്ളത് എന്ത് ചെയ്തു? ഉണങ്ങിപ്പോയി. ധൂപമാണോ ദീപമാണോ ആദ്യം കാണിക്കേണ്ടത്? ആദ്യം ദീപം കാണിച്ചു. ഇത് തെറ്റിപ്പോയി. ആദ്യം ധൂപമല്ലേ വേണ്ടത്, പിന്നല്ലേ പൂവ്. ഇതൊന്നും അദ്ദേഹം വിട്ടുപോയി. അന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭഗവാൻ തൻ്റെ ഗൃഹത്തിൽ വന്നു കയറി എന്നുള്ള വലിയ പരിഭ്രമം കൊണ്ട് ഈ ചിട്ടവട്ടങ്ങളൊക്കെ അങ്ങ് മാറി അപ്പം കിട്ടിയതുപോലെ എന്ത് ചെയ്തു? പൂജിച്ചു. അത്രയൊക്കെയല്ലേ പറ്റുള്ളൂ.
അപ്പോൾ ഇതിലൊന്നും ഒരു അപകടവുമില്ല. കാരണം ഇതൊക്കെ നിശ്ചയിക്കുന്ന ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അങ്ങനെ സ്വീകരിച്ചു. ആപാലവൃദ്ധം ജനങ്ങളും സന്തോഷത്തോടെ ഭഗവാനെ കണ്ടു. അവിടെ കുറച്ചു നാൾ ഭഗവാൻ അവിടെ താമസിച്ചു. അപ്പോഴാണ് യുധിഷ്ഠിരൻ തൻ്റെ ആശയം എന്ന് പറയുന്നത്, ക്രതുരാജേന ഗോവിന്ദ രാജഭൂയേന പാവനീ യക്ഷ്യേ വിഭൂതിർഭവതഃ തത്സമ്പാദയന പ്രഭോ. ക്രതുരാജൻ യജ്ഞങ്ങൾ വെച്ച് ഏറ്റവും വലിയ രാജാവായ യജ്ഞമാണ് രാജഭൂയം. അതുകൊണ്ടാണ് അതിന് രാജഭൂയം എന്ന് പേര് വരാൻ കാരണം അതുതന്നെയാണ്. ആ രാജഭൂയം കൊണ്ട് പാവനീഹി പരിശുദ്ധമായ ഈ രാജഭൂയം കൊണ്ട് യക്ഷ്യേ യജിക്കാൻ ആഗ്രഹിക്കുന്നു. വിഭൂതിഹി ഭവതഃ ആരാധിക്കുന്ന അങ്ങയുടെ വിഭൂതികളെയാണ്. ഈ യജ്ഞശാലയിൽ കാണപ്പെടുന്ന സമസ്ത വിഭവങ്ങളും അങ്ങയുടെ വിഭൂതികളാണ്. അങ്ങ് യജ്ഞാംഗസ്വരൂപനാണ്. യജ്ഞത്തിൽ കാണുന്ന ഹോമകുണ്ടങ്ങൾ, അതിലുള്ള ഋത്വിക്കുകൾ, അതിനുള്ള പാത്രങ്ങൾ, ഹവിഫുകൾ ഒക്കെ അത് തന്നെയാണ്. അങ്ങയുടെ അംഗങ്ങളാണിതെല്ലാം. അങ്ങയുടെ വിഭൂതിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതുകൊണ്ട് അങ്ങയെ തന്നെ എന്ത് ചെയ്യണം? പൂജിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യക്ഷിയെ വിഭൂതിഭിർഭവതഃ തത് സമ്പാദയന പ്രഭോ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരാരാധന അങ്ങ് സമ്പാദിക്കണം, ഇത് ഞങ്ങളുടെ ഒരാഗ്രഹമാണ് എന്ന്. ഇത് തുടക്കമാണ്. വാസ്തവത്തിൽ ഒരു യജ്ഞം ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി എൻ്റെ കഴിവ് കൊണ്ട് നടത്താണ് എന്നല്ല പറയാം. പിന്നെന്താണ്? ഇത് അങ്ങയുടെ അംഗങ്ങളാണിതെല്ലാം. ഇത് അറിഞ്ഞുകൊണ്ടാണ് വരാഹമൂർത്തിയായ ഭഗവാൻ അവതരിച്ചപ്പോൾ യജ്ഞസ്വരൂപനായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഓരോ അംഗവും യജ്ഞത്തിലെ ഓരോ അംശങ്ങളായിട്ട് വിസ്തരിച്ചുള്ള വർണ്ണിക്കുന്നുണ്ട്. അപ്പം തന്നെ അറിയാം യജ്ഞസ്വരൂപനാണ് ഭഗവാൻ. വേദങ്ങൾ പലയിടത്തും ഭഗവാനെ യജ്ഞസ്വരൂപനായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ ഉപാംഗങ്ങളും അംഗങ്ങളുമാണ് ഇതെല്ലാം. അതുകൊണ്ട് ഇതെല്ലാം എന്താണ്? അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കാൻ. നോക്കൂ, ഈ പ്രപഞ്ചത്തിൽ നൽകിയിരിക്കുന്ന സമസ്ത വിഭൂതികളും ഭഗവാന്റെ വിഭൂതികളാണ്. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് ആർക്ക് സമർപ്പിക്കണം? ഭഗവാന് സമർപ്പിക്കണം. അത് രാജാവിൻ്റെ വലിയ ധർമ്മമാണ്. അതുകൊണ്ട് ഞാനീ ഉപയോഗിക്കുന്നതൊക്കെ ആർക്കുള്ളതാണ്? ഭഗവാനുള്ളതാണ്, ഈശ്വരനുള്ളതാണ് എന്നൊരു സങ്കല്പം ഉള്ളിൽ വരണമെങ്കിൽ ഈ യജ്ഞം തന്നെ ചെയ്യണം. യജ്ഞസങ്കല്പം തന്നെയാണ്. എന്താണ്? ഇദം നമമ, ഇദം നമമ. ഓരോ ആഹുതികളും ഹോമിച്ചു കഴിയുമ്പോൾ ഒരു ഉദ്ദേശ്യത്യാഗമുണ്ട്. ഇദം നമമ, ഇതെൻ്റേതല്ല, ഇതെൻ്റേതല്ല, ഇതെൻ്റേതല്ല എന്ന്. നോക്കൂ, ഈ കാണുന്ന നെയ്യും അത് കോരിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഫ്രുവും ജുഹുവും ഒക്കെ ഞങ്ങളുടേതല്ല. പിന്നെ ആരുടെയാണ്? അങ്ങയുടേതാണ്. ഇദം നമമ. ഈ ഉദ്ദേശ്യത്യാഗം യജ്ഞശാല മുതൽ ഭൗതിക ജീവിതത്തിൽ ഇന്നും നമ്മളൊക്കെ പിന്തുടരേണ്ടതാണ്. ഓരോന്ന് ഉപയോഗിക്കുമ്പോഴും ഇതെൻ്റേതല്ല, എൻ്റേതല്ല, എൻ്റേതല്ല എന്നുള്ള ചിന്തയോട് മാത്രമേ എന്തേ ഉപയോഗിക്കണു. പിന്നെ ആരുടേതാണ്? ഈശാവാസ്യമിതം സർവം. ഇതൊക്കെ ആരുടെയാണ്? ഈശ്വരൻ്റെയാണ് ഈ വിഭൂതികളൊക്കെ. ഞാൻ അനുഭവിക്കുന്ന സമസ്ത വിഭൂതികളും ആര് തന്നാണ്? ഈശ്വരൻ തന്നാണ്. ഈ സ്ഥലവും ഈ വീടും എന്താണ്, ഈ വീടിനകത്തുള്ള ഉപകരണങ്ങളും സാധനങ്ങളും ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചതാണെന്ന് അഭിമാനിക്കുന്നെങ്കിലും അത് ഈശ്വരൻ്റെ ശക്തി പ്രവർത്തിച്ചെങ്കിലേ എനിക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ പിമ്പിൽ അങ്ങയുടെ വിഭൂതി ഉണ്ടെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അങ്ങ് നൽകിയ വിഭൂതികൾ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കട്ടെ. നോക്കൂ, ഒരു യജ്ഞത്തിൻ്റെ ഭാവന എത്ര സുന്ദരമായിട്ടാണ്. ഇത് രാജഭൂയത്തിൻ്റെ ഒരു മുഖവുരയാണ്. ഈ മുഖവുര അറിഞ്ഞുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ? ഏത് യജ്ഞവും നമ്മൾ ചെയ്യുവാൻ. അതുകൊണ്ട് ഞങ്ങൾ ഈ രാജഭൂയത്തിൻ്റെ അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമേ ഭക്തർക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളത് കൊണ്ട് ഈ ഭക്തൻ്റെ ആഗ്രഹം സാധിച്ചു തരണം. അത് ഭഗവാന്റെ കടമയാണ്. ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ എന്തോ അതൊക്കെ സാധിക്കേണ്ടത് അങ്ങയുടെ ആവശ്യമാണ്. അങ്ങേക്ക് ഇത് ഭക്തൻ, ഇത് അഭക്തൻ ഇങ്ങനെയുള്ള വിചാരമൊന്നും അങ്ങേക്കില്ല. എല്ലാവരും ഒരുപോലെയാണ്. ആർക്ക്? ഭഗവാൻ. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത് എന്നാണെങ്കിൽ കൽപ്പവൃക്ഷം പോലെയാണ്. അങ്ങേക്ക് കൽപ്പവൃക്ഷത്തിനോട് ആര് ചോദിച്ചാലും എന്ത് ചെയ്യും? അത് കൊടുക്കും. നീ ദുഷ്ടനാണ്, നിനക്ക് തരില്ല എന്നാരും പറയില്ല, കൽപ്പവൃക്ഷം പറയില്ല. ചോദിക്കുന്നവർക്കൊക്കെ എന്തു ചെയ്യും? അത് കൊടുക്കും. ഇതുവരെയാണ് ആര്? ഭഗവാൻ. അങ്ങ് കൽപ്പവൃക്ഷം പോലെയാണ്. ന ബ്രഹ്മണ സ്വപര ഭേദേ മതിഷ്യ. ഇത് ഈശ്വരൻ്റേതാണ്, ഇതെൻ്റെ എന്താ അവിടെ ബ്രഹ്മസ്വരൂപനായ അങ്ങേക്ക് ഇതെൻ്റേത് നിൻ്റെ എന്നുള്ള ഭേദമില്ല. നമുക്കുള്ളത്
എന്താണ് ഇത്രയും സ്ഥലം എൻ്റേതാണ്, ഇതിൻ്റെ അപ്പുറം നിനക്കുള്ളതാണ് എന്നിങ്ങനെ ഈ ഭേദചിന്ത ആർക്കുള്ളൂ? നമുക്കേ ഉള്ളൂ. ആർക്കില്ല? ഈശ്വരൻ ഇതൊന്നും ഇല്ല. സർവാത്മന സമദൃശ, അങ്ങ് സർവാത്മാവാണ്, സമദൃഷ്ടിയാണ്. സുഖാനുഭൂതേഹി സംസേവതേ ഫുരതരോരിവ തേ പ്രസാദ. കൽപ്പവൃക്ഷത്തെ പോലെയാണ് അങ്ങയുടെ പ്രസാദം. ആരെന്ത് ചോദിച്ചാലും എന്തു ചെയ്യും? കൽപ്പവൃക്ഷം കൊടുക്കും. അതിന് ഭേദങ്ങളൊന്നുമില്ല. സേവാനുരൂപം ഉദയോ എന്ന വിപരീയോ അത്ര. സേവയ്ക്കനുസരിച്ചിട്ടാണ്, അതിന് വിപരീതം ഉണ്ടാവുകയില്ല. സൂര്യൻ എല്ലാവരിലും ഒരുപോലെ പ്രകാശിക്കും. സൂര്യപ്രകാശം ഈ ഭൂമിയിൽ എല്ലാവരിലും ഉണ്ട്. പക്ഷേ അന്ധന്മാർക്കിത് കാണാൻ പറ്റത്തില്ല. ഇത് സൂര്യൻ്റെ കുഴപ്പമാണ് അല്ല. കണ്ണുള്ളവർക്ക് എന്ത് ചെയ്യാം? സൂര്യനെയും പ്രകാശവും വെളിച്ചവും ഒക്കെ എന്ത് ചെയ്യാം? അനുഭവിച്ചറിയാം. കണ്ണില്ലാത്തവർക്കും സൂര്യൻ പ്രകാശം കൊടുക്കുന്നുണ്ട്. പക്ഷേ അവനെന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. കാണാത്ത അവൻ്റെ കണ്ണിൻ്റെ കുഴപ്പം കൊണ്ടാണ്, അവൻ്റെ കുഴപ്പമില്ല സൂര്യൻ്റെ. ഇതുപോലെ അങ്ങേക്ക് സ്വപരഭേദങ്ങൾ ഇല്ല. ഈ അന്ധനാണ്, ഇയാൾക്ക് ഞാൻ ഈ പ്രകാശം കൊടുത്തിട്ടൊരു കാര്യമില്ല എന്നാരും വിചാരിക്കത്തില്ല, സൂര്യൻ വിചാരിക്കത്തില്ല. അന്ധനും കൊടുക്കും. അയ്ക്ക് എന്താണ്? കഴിവുണ്ടെങ്കിൽ കണ്ടോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ഇതുപോലെയാണ് അങ്ങയുടെ കഴിവ്. അതുകൊണ്ട് ഈ ഭക്തൻ്റെ ആഗ്രഹം അങ്ങ് എന്ത് ചെയ്യണം? സാധിച്ചു തരണം. ഒരിക്കലും ഇതിനെതിര് പറയരുത്. ഈ രാജസൂയ യജ്ഞം എനിക്ക് നടത്തി തരുവാൻ അങ്ങയുടെ എല്ലാ വിധത്തിലുള്ള സഹായം എനിക്ക് അനിവാര്യമാണ്. ആവട്ടെ നിശ്ചയിച്ചു. അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ദിഗ്വിജയം. ദിഗ്വിജയത്തിന് വേണ്ടി ഓരോരുത്തരെ ഓരോ ദിക്കിലേക്ക് അയച്ചു. സഹദേവനെ എന്താണ് ഒരു ദിക്കിലേക്ക് അയച്ചു, നകുലിനെ മറ്റൊരു ദിക്കിലേക്ക് അയച്ചു. പിന്നെ വടക്കും കിഴക്കും ഒക്കെ ആയിട്ട് അർജുനെ ഭീമനെയൊക്കെ ഓരോ ദിക്കിലേക്ക് പറഞ്ഞയച്ചു. എല്ലാവരും ദിഗ്വിജയം കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പം ചോദിച്ചു, ജരാസന്ധനോ? അങ്ങോട്ടാരും പോയില്ല. എന്നാൽ അതും കൂടെ ജയിച്ചു വരണ്ടേ? ആ ജരാസന്ധൻ ജയിക്കാൻ വിഷമമാണ്. പക്ഷേ അതും കൂടെ ജയിച്ചു വരാതെ യജ്ഞം നടക്കില്ല. അപ്പോൾ എന്തു ചെയ്യണം? ഇനി ജരാസന്ധനെ നമുക്ക് നിഗ്രഹിക്കാൻ പോകണം. അതുകൊണ്ട് ഭഗവാൻ അർത്ഥികളായി മുമ്പ് പറഞ്ഞ പോലെ 3 പേരും വേഷം മാറി. ശ്രീകൃഷ്ണനും അർജുനനും ഭീമനും വേഷപ്രച്ഛന്നരായിട്ട് ബ്രാഹ്മണ വേഷം ധരിച്ച് ആ ജരാസന്ധൻ്റെ മുമ്പിൽ ചെന്നിട്ട് ബ്രാഹ്മണനെ കണ്ടപ്പോൾ അദ്ദേഹം ഓടി വന്ന് പൂജിച്ച് എന്ത് ചെയ്തു? ബഹുമാനിച്ചു. എന്താണോ നിങ്ങളുടെ ആഗ്രഹം ചോദിച്ചോളൂ. ഇത് ജരാസന്ധൻ്റെ ഒരു ദൂഷ്യമാണ്. ഇത് ആർക്കറിയാം? കൃഷ്ണൻ നന്നായിട്ടറിയാം. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇതിങ്ങനെ ചോദിച്ചു. അപ്പം എന്തിനാണ് നിങ്ങൾ വന്നത് എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് വേണ്ട ചോദിച്ചോളുന്നു. അപ്പോൾ ഭഗവാൻ നേരിട്ട് പറഞ്ഞു, യുദ്ധം നോ ദേഹി രാജേന്ദ്ര, ഞങ്ങൾക്ക് യുദ്ധമാണ് വേണ്ടത്. ദ്വന്ദ്വശോ യതിമന്യഫേ, ദ്വന്ദ്വയുദ്ധം മാത്രം മതി. 2 പേർ മാത്രമേ, ഞങ്ങളിൽ ഒരാളും അങ്ങുമായിട്ട് എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. ഇത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. യുദ്ധാർത്ഥിനോ വയം പ്രാപ്താഹ, ഞങ്ങൾ യുദ്ധാർത്ഥികളായിട്ട് വന്നിരിക്കുന്നവരാണ്. രാജന്യാഹ, രാജാക്കന്മാരാണ്, ബ്രാഹ്മണരല്ല. ന അന്നകാംക്ഷിണ, ചോറുണ്ണാൻ വേണ്ടി വന്നൊന്നുമില്ല. എന്തെങ്കിലും യാചകന്മാരെ കൊടുത്താൽ വരൂ, ഒരിടത്തെ ഭക്ഷണം കഴിച്ചിട്ട് പൊക്കോളൂ, ഇതൊന്നും ആഗ്രഹിച്ചല്ല ഞങ്ങൾ വന്ന്. ന അന്നകാംക്ഷിണ, അന്നം ആഗ്രഹിച്ചല്ല ഞങ്ങൾ വന്ന്. പിന്നെന്താണ്? യുദ്ധം ആഗ്രഹിച്ച് തന്നെയാണ്. ക്ഷത്രിയന്മാർക്ക് എന്താ ആഗ്രഹം? യുദ്ധം. പക്ഷേ ഇപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ദ്വന്ദ്വയുദ്ധം. അതുകൊണ്ടാണ് യാചകനായിട്ട് വരാൻ കാരണം. അസൗവൃഗോദര പാർത്ഥ തസ്യ ഭ്രാതർജനോ, തസ്യ ഭ്രാതരർജുനോ. ഇവൻ മൃഗോദരനാണ്, അവൻ്റെ സഹോദരൻ അർജുനാണ്, ഞാൻ കൃഷ്ണനാണ്. അനയോഹോ മാതുലേയം മാം കൃഷ്ണം ജാനീഹി, ഇവരുടെ അമ്മാവൻ്റെ മകനാണ് ഞാനെന്നും എന്നെ അറിഞ്ഞോളൂ. നന്നായിട്ട് പരിചയപ്പെടുത്തി. ഞങ്ങൾ 3 പേരും ആരൊക്കെയാണ്, വന്ന ആവശ്യം ഇതാണ്. പക്ഷേ ആദ്യം പറഞ്ഞുപോയി, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം, ചോദിച്ചോളൂ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? കൊടുക്കണം. ജരാസന്ധൻ്റെ ദുഷ്ടബുദ്ധി ആണെങ്കിൽ പോലും ചില ചെറിയ അല്പം സുഹൃതത്തിൻ്റെ പുണ്യം ഉള്ളിലുള്ളത് കൊണ്ട് ഇതിന് വാക്കുമാറാൻ ജരാസന്ധൻ ഉദ്ദേശിച്ചില്ല. അല്ലെങ്കിൽ പറയാമായിരുന്നു, മുമ്പേ അങ്ങനെയൊക്കെ പറഞ്ഞു ഇനിയും തരില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒന്നുമല്ല, കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കും. അത് രാജധർമ്മത്തിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഏവമാവേദിതോ രാജാം ജഹാഫ ഉച്ചൈസ്വമാഗത. ഇത് കേട്ടപ്പോൾ ജരാസന്ധൻ ഒന്ന് പൊട്ടിച്ചിരിച്ചു. കഷ്ടം,
എന്നോട് യുദ്ധത്തിലാണ് ഈ വേഷമൊക്കെ ഇട്ട് വേണമായിരുന്നു, ഇനി വന്നാൽ പോരെ നിങ്ങളൊരാൾ. എനിക്ക് ചിരി തോന്നുന്നു നിങ്ങളെ കണ്ടിട്ട്. അഹം ചാമർഷിതോ മന്ദാ യുദ്ധം തർഹിതദാമിവ. ശരി, മന്ദന്മാരാണ് നിങ്ങളൊക്കെ, എന്ത് ചെയ്യാം, യുദ്ധം നിങ്ങൾക്ക് തന്നേക്കാം. പക്ഷേ നത്വയാ ഭീരുണ യോത്ഫ്യേ യുധി. ഭീരുവായ കൃഷ്ണൻ, നിന്നോട് ഞാൻ യുദ്ധം ചെയ്യത്തില്ല, കാരണം എന്നോട് 15 പ്രാവശ്യം തോറ്റ് ഓടിച്ചു പോയതാണ്. നിന്നോട് യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറല്ല. യുധി വിക്ലവചേതസ, യുദ്ധത്തിൽ വിക്ലവചേതസനായിട്ട് നീ പല പ്രാവശ്യം പോയതാണ്. മധുരാം ഫുപരിം തെക്വാ സമുദ്രം ശരണം ഗത. സ്വന്തം രാജധാനിയായ മധുര ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ ദ്വാരകയിൽ കടലിൻ്റെ നിനക്ക് ഒരു ചെറിയ കെട്ടിടമുണ്ടാക്കി അവിടെ പോയി താമസിക്കല്ലേ, എന്നെ പേടിച്ച്. നിന്നോട് യുദ്ധത്തിന് ഞാൻ തയ്യാറല്ല. പിന്നെ ആരാണ്? അയം ദോ വയഫാ തുല്യോ നാതിഫത്തോ നമേ ഫമ അർജുനോ ന ഭവേദ്യോദ്ധ ഭീമസ്തുല്യബലോ മമാം. അർജുനൻ പയ്യനാണ്, എന്നെ സംബന്ധിച്ച് നല്ല പ്രായം കുറഞ്ഞൊരു കുട്ടിയാണ്. കുട്ടികളോട് ഞാൻ യുദ്ധം ചെയ്യാറില്ല. പിന്നെ ഉള്ളത് ആകെപ്പാടെ ഏതാണ്ട് എന്നോട് സമബലം നിൽക്കുന്നത് ഭീമൻ മാത്രമേ ഉള്ളൂ. നോക്കാം, ബാക്കിയാരോട് യുദ്ധം ചെയ്യാൻ തയ്യാറല്ല. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. ഭീമനുമായി ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെടുന്നു. ദ്വന്ദ്വയുദ്ധം 2 പേർ മാത്രമേ ഉള്ളൂ. ഗദായുദ്ധമാണ്, അല്ലെങ്കിൽ മുഷ്ടിയുദ്ധം, ഈ രണ്ടിലൊന്നാണ്. ഗദ കൊണ്ട് 2 പേരും ഭയങ്കരമായ യുദ്ധം. പക്ഷേ ആ യുദ്ധം 27 ദിവസത്തോളം നീണ്ടു വന്നു. ഇടയ്ക്കിടയ്ക്ക് ഭീമൻ അധികം തളരുന്നുണ്ട്. കാരണം ഇങ്ങോട്ട് വരുന്ന ഒരു ഗദാഘാതത്തെ തടഞ്ഞു നിർത്താൻ പറ്റും, തിരിച്ചൊരടി കൊടുക്കാൻ പറ്റില്ല. ഈ തടയിൽ മാത്രമേ നടക്കുന്നുള്ളൂ. തിരിച്ചൊരടി കൊടുത്തെങ്കിലേ എഴുത അഴവുള്ളൂ. അതിന് പറ്റുന്നില്ല. എന്ത് ചെയ്തിട്ടും ഇങ്ങോട്ട് വരുന്നത് തടയാം. തടഞ്ഞ് സ്വരക്ഷ കേന്ദ്രീകരിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് അവസാനം എന്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരടി കൊണ്ടാനും വേണ്ടില്ല, എന്ത് ചെയ്യണം, ഒരു തല്ല് കൊടുത്ത് അയാളെ താഴിടണം. താഴിട്ടാൽ മാത്രം പോരാ, അയാൾ ജര കൊണ്ട് ബന്ധിച്ചതാണ്. അയാളെ പ്രസവിച്ചപ്പോൾ, അമ്മ പ്രസവിച്ചപ്പോൾ 2 മാംസകഷ്ണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ടിട്ട് അച്ഛനും അമ്മയും എന്ത് ചെയ്തു, അവിടെ ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു. അപ്പോൾ അതുവഴി വന്ന ഒരു പിശാച് ഇത് രണ്ടും കൂടെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഇത് തിന്നാൻ കൊള്ളാമല്ലോ, നല്ല സാധനമാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ചുമ്മാ 2 കൂടെ ഒന്ന് കൂട്ടുമുട്ടിച്ചപ്പോൾ ഒരു കുഞ്ഞായി, ഒരു ശിശുവായി. ഇത് കരയുന്ന കണ്ട് അവിടെ ഇട്ട് അവൾ പോയി. ഇവരാണ് ജരയാൽ സന്ധിക്കപ്പെട്ടത് കൊണ്ട് ജരാസന്ധനായതാണ്. അതുകൊണ്ട് ഇയാളെ കൊല്ലുകയാണെങ്കിൽ 2 കഷ്ണമാക്കി എന്ത് ചെയ്യണം, വലിച്ചു കയറി 2ആയിട്ട് മാറ്റിയിടണം. അടുത്തെങ്കിലും കണ്ടാൽ പിന്നെയും കൂടി വരും. ഇത് ഇയാളുടെ സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കി, ഇതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഭഗവാൻ ഒരു വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പ് വലിച്ചെടുത്ത് 2 കഷ്ണമായിട്ട് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കാണിച്ചു കൊടുത്തു എന്നൊരു ഈ കഥയെ പറയും. അങ്ങനെ എന്ത് ചെയ്തു, ആ 27 ദിവസത്തെ യുദ്ധം കൊണ്ട് അവസാനം ഈ മരക്കൊമ്പ് പിളർന്ന് 2ആയി കാട്ടി ജരയാൽ സന്ധിച്ച ജരാസന്ധനെ വധിച്ചു. അയാളുടെ പുത്രൻ സഹദേവനെ രാജാവാക്കി അവിടെ വാഴിച്ചിട്ട് അവിടുന്ന് പോരുകയും ചെയ്തു. തിരിച്ചു വന്ന് ആദ്യം ചെയ്തത് തടങ്കലിലിട്ടുന്ന 20,000 മേൽ വരുന്ന രാജാക്കന്മാരൊക്കെ മോചിപ്പിച്ച് മുക്തരായ രാജാക്കന്മാർ ഓടി വന്ന് ഭഗവാന് കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഭഗവാനെ കാണുമ്പോൾ ഈ 4 കൈകൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നാണ് അവർ വിചാരിച്ചത്. ഈ 4 കൈകൾ, ഒരു കൈ ധർമ്മമാണ്, ഒരു കൈ അർത്ഥമാണ്, ഒരു കൈ കാമമാണ്, ഒരു കൈ മോക്ഷമാണ്. ചതുർബാഹുവായ ഭഗവാൻ ധർമാർത്ഥകാമ മോക്ഷങ്ങൾ തരാൻ വേണ്ടിയാണ് 4 കൈകളായിട്ട് മുമ്പിൽ നിൽക്കുന്നത് എന്ന് ഇവർ ഭഗവാനെ പ്രത്യക്ഷത്തിൽ കണ്ട് സ്തുതിച്ചു തുടങ്ങി. അങ്ങ് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ബ്രഹ്മസ്വരൂപനായിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിത് 4ഉം ആവശ്യമാണ്. ഇപ്പം ഞങ്ങൾക്ക് വേണ്ടത് മോക്ഷമാണ്. ബാക്കിയൊക്കെ എന്ത് ചെയ്തു, രാജാക്കന്മാരായിട്ട് ധർമ്മവും അർത്ഥവും കാമവും ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമസ്തേ ദേവദേവേശ പ്രപന്നൻ പാഹിന കൃഷ്ണ. ദേവദേവേശ, ഞങ്ങളെ രക്ഷിക്കൂ. നിർവിണ്ണൻ ഘോരസംസ്കൃതേഹേ, വിരക്തി വന്ന ഞങ്ങളെ ഈ ഘോരമായ സംസാരത്തിന് എന്ത് ചെയ്യണം, രക്ഷിക്കണം. ഞങ്ങൾക്ക് വിരക്തി വന്നു. ഇനി ഞങ്ങൾക്ക് തിരിച്ച് രാജ്യവും വേണ്ട, രാജാക്കന്മാരായിട്ട് പോവുകയും വേണ്ട, ഒന്നും വേണ്ട. ഇനിയിപ്പോൾ ജരാസന്ധനില്ലല്ലോ, പേടിക്കണ്ട. ഞങ്ങൾക്ക് ചെന്ന് ഞങ്ങളുടെ രാജ്യം സ്വീകരിക്കാം. പോകുന്നില്ല.
കാരണം എന്താണ്? വിരക്തി വന്നു. ജയിൽവാസം കൊണ്ട് വിരക്തി ഉണ്ടാകാവുന്നതാണ്. അതിനാണ് നമ്മളും ജയിലിലടച്ചൊക്കെ ഇടുന്നത്. പക്ഷേ അതൊന്നും ഇപ്പം നടക്കാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അന്നങ്ങനെയല്ല. എന്താണ്? കുറച്ച് നാൾ ജയിൽവാസം അനുഭവിച്ചാൽ സംസാര ലോക ജീവിതത്തോട് വിരക്തി ഉണ്ടായി, വെറുപ്പുണ്ടായി, അതൊക്കെ ഉപേക്ഷിച്ച് എങ്ങോട്ട് പോകും? ഭഗവത്പാദങ്ങളിലേക്ക് പോകാനുള്ള ചിന്ത ഉണ്ടാക്കിയെടുക്കാനാണ്. ഇത് ആർക്കുണ്ടായി? രാജാക്കന്മാർക്കുണ്ടായി. ഞങ്ങൾ ഇനി തിരിച്ചില്ല, അങ്ങയുടെ പാദത്തെ മാത്രം ആശ്രയിച്ച് ഇവിടെ കഴിഞ്ഞുകൂടാനേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്താണ്? ഞങ്ങൾ ഐശ്വര്യം കൊണ്ട് കണ്ണ് കാണാത്തവരായിപ്പോയി ഇത്ര കാലം. ഓരോ മതം കൊണ്ട്, രാജാക്കന്മാരാണ് എന്നുള്ള മതം കൊണ്ട്, ഐശ്വര്യം കൊണ്ട് മത്തുപിടിച്ച് കണ്ണ് കാണാതെ ഈ ഭൂമി മുഴുവനും ഞങ്ങൾ വശത്താക്കി. വെട്ടിപ്പിടിക്കായിരുന്നു ഞങ്ങളുടെ ജോലി. രാജ്യത്തിൻ്റെ ഒരു ഭാഗം പോലും ആർക്കും വിട്ടുകൊടുക്കില്ല. എന്തു ചെയ്യും? യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി ഞങ്ങളേതാക്കി മാറ്റും. അങ്ങനെ ഈ ഭൂമിയെ എന്തുമാത്രം വിഷമിപ്പിക്കാമോ വേദനിപ്പിക്കാമോ അതൊക്കെ ഞങ്ങൾ ചെയ്തു. ഭൂമി മുഴുവനും വശത്താക്കണമെന്ന് ആഗ്രഹിച്ച് മത്സരിച്ചു. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ സ്വഭാവം. എന്നിട്ട് എത്ര നാശങ്ങളുണ്ടാക്കി രാജ്യത്ത്. യുദ്ധം കൊണ്ട്, മത്സരം കൊണ്ട്, മതം കൊണ്ട് രാജ്യത്തിന് മുഴുവൻ നാശമുണ്ടാക്കി. പ്രജകൾക്കും ജനങ്ങൾക്കും ഭൂമിക്കും രാജ്യത്തിനൊക്കെ നാശമുണ്ടാക്കി. പക്ഷേ ദണ്ഡധരനായി ഒരു ഭഗവാൻ മുമ്പിലുണ്ടെന്ന് ഞങ്ങൾ അന്ന് ധരിച്ചില്ല. നമ്മളിപ്പോൾ അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ദുഷ്പ്രവൃത്തികളെയും ശിക്ഷിക്കാൻ ദണ്ഡ് കയ്യിൽ പിടിച്ചുകൊണ്ടൊരു ഭഗവാൻ മുമ്പിലുണ്ട് എന്നൊരു ബോധം എന്ത് ചെയ്യണം? ഉണ്ടാവണം. ഞങ്ങൾക്ക് അന്ന് ഉണ്ടായില്ല. സത്യമാണ്, നമുക്കിപ്പോൾ ഇല്ല. നമ്മളെന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ ചെയ്യുന്നതിൻ്റെ ഒരു തിരിച്ചടി നമുക്കുണ്ടാകും. അതാര് തരും? ഈശ്വരൻ തരും, ഉറപ്പാണ് എന്നൊരു ബോധം ഉണ്ടാകണമെന്ന് ഞങ്ങൾക്ക് ഇത്രയും കാലം ഉണ്ടായില്ല. അങ്ങനെ ഉണ്ടാവാതെ ഞങ്ങൾ അങ്ങയെക്കുറിച്ച് ചിന്തിക്കാതെ അങ്ങ് മുമ്പിലുണ്ടെന്നറിയാതെ കാലം കഴിച്ചു കൂട്ടി. ഐഹികവും പാരത്രികവുമായ ഒരു സുഖവും ഞങ്ങൾക്കിനി ആഗ്രഹമില്ല. ഈ ലോകത്തിൽ കിട്ടുന്ന രാജസുഖങ്ങളൊന്നും വേണ്ട, പാരത്രികമായ സ്വർഗ്ഗസുഖവും ഞങ്ങൾക്കിനി വേണ്ട. ഇത് രണ്ടും ഞങ്ങൾ ഉപേക്ഷിച്ചു. അതുകൊണ്ട് എന്താണ്? ഞങ്ങളെ രക്ഷിക്കൂ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാവരും കൂടി എന്താണ് 20,800 പേര് ഈ മന്ത്രം ചൊല്ലി ഭഗവാനെ സ്തുതിച്ചു. എന്താണ്? വാസുദേവനായ ശ്രീകൃഷ്ണനായ എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന പരമാത്മ സ്വരൂപനായ, നമസ്കരിക്കുന്നവരുടെ ക്ലേശത്തെ മുഴുവനുമില്ലാതാക്കുന്ന പ്രണത ക്ലേശനാശനായ ആ ഗോവിന്ദനായിക്കൊണ്ടിതാ ഞങ്ങൾ നമസ്കരിക്കുന്നു എന്ന് ഇവർ സ്തുതി ഉപസംഹരിച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവരെ വിടാൻ തീരുമാനിച്ചില്ല. പോരൂ എൻ്റെ കൂടെ. എന്നിട്ട് എന്താണ്? ഇത്രയും പേർക്ക് എണ്ണ തേക്ക്, കുളിച്ച് ഒരുങ്ങാനുള്ള വസ്തുക്കൾ, ഭക്ഷണം ഇതൊക്കെ കൊടുക്കാൻ ഏർപ്പാടാക്കി. കാരണം ഇവരൊക്കെ എന്ത് ചെയ്യണം? യഥാർത്ഥ രാജാക്കന്മാരായിട്ട് കൂടെ നിർത്തണം. ഇതായിരുന്നു ഭഗവാന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം. അപ്പോൾ ഇവരൊക്കെ ഭക്തന്മാരായിട്ട് കൂടെ നിർത്തണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇവർക്ക് ഇത്രയും നാൾ ജയിലിൽ കിടന്ന് വന്നതല്ലേ, കുളിയില്ല, ഭക്ഷണമില്ല, വസ്ത്രമില്ല, ഒന്നുമില്ല. ഇതെല്ലാം ആര് കൊടുത്തു? ഭഗവാൻ കൊടുത്ത് എന്താണ്? അവരെ സന്തുഷ്ടരാക്കി എന്ത് ചെയ്തു? യാത്ര അയച്ചിട്ട് ഒരു വസന്ത ഋതുവിൽ രാജസൂയത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഏറ്റവും നല്ല ഒരു ഋതു തിരഞ്ഞെടുത്ത് വേണമെന്നാണ്. ഋത്തുക്കളെയൊക്കെ ക്ഷണിച്ചു. ബ്രാഹ്മണരെയും ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരൊക്കെ വിളിച്ചു. എല്ലാവരും ചേർത്താണ് യജ്ഞം. ആരെയും ഒഴിവാക്കിയിട്ടില്ല. രാജ്യത്തിലുള്ള സമസ്തരെയും അതിൽ പങ്കെടുപ്പിച്ചു. ആദ്യമായിട്ട് തന്നെ സ്വർണ്ണക്കടപ്പ് കൊണ്ട് ഭൂമി ഉഴുതു. ഇന്നും ഒരു വിഷമമില്ല. ഇനിയും ഇതിനുള്ള പാത്രങ്ങളൊക്കെ സ്വർണ്ണമായിരിക്കണം. പണ്ട് വരണം നടത്തിയ യജ്ഞത്തിൽ ഇതുപോലെയായിരുന്നു. അത് കണ്ടിട്ട് സമസ്ത ഹോമപാത്രങ്ങളും എന്തു ചെയ്തു? സ്വർണ്ണമാക്കി. 3 തരത്തിലുള്ള ഹോമകുണ്ടങ്ങളുണ്ടാക്കി. ആഹവനീയം, ഗാർഹപത്യം, ദാക്ഷിണാത്യം എന്ന തരത്തിലുള്ള കുണ്ടങ്ങളൊക്കെ ഉണ്ടാക്കി ഓരോ വിധത്തിലുള്ള യജ്ഞങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ആ 3 തരത്തിലുള്ള അഗ്നിയിൽ യജ്ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ രാജസൂയത്തിന് അടുത്തൊരു ചടങ്ങാണ്. അന്ന് സഭയിൽ വന്നിരിക്കുന്നതിൽ ഏറ്റവും യോഗ്യനായ അർഹതയുള്ള ഒരാളെ കാല് കഴുകിച്ച് പൂജിച്ച് എന്ത് ചെയ്യണം? ആരാധിക്കണം. അതിന് ആര് വേണം എന്ന് ഒരു നിമിഷം എന്ത് ചെയ്തു? എല്ലാവരും കൂടെ ആലോചിച്ചു. ആരെയാണ് കാല് കഴിക്കാൻ ക്ഷണിക്കേണ്ടത്?
ആരെയാണ് പൂജാർഹൻ, പൂജിക്കാൻ യോഗ്യൻ എന്ന്. യുധിഷ്ഠിരൻ പോലും ഒരു നിമിഷം അന്തിച്ചു പോയി, ആരെയാണ് എന്നിങ്ങനെ. അപ്പോഴാണ് സഹദേവൻ പറഞ്ഞത്, ഇത് അർഹതി അച്യുത ശ്രൈഷ്ഠ്യം, അച്യുതനാണ് ഇതിന് പറ്റുന്ന ഒരാൾ. ആരെ വേണം എന്നിങ്ങനെ ഫദസ്യ അഗ്രഹണാർഹം വൈ വിമർശന്ത സ്വഭാഫത നാധ്യഗച്ഛൻ അനൈകന്ത്യാത് സഹദേവസ്തബ്രവീത്. യുധിഷ്ഠിരൻ നോക്കുമ്പോൾ ഓരോരുത്തരെയും അർഹിക്കുന്നവരാവുണ്ടാ. ആ സദസ്സിലിരിക്കുന്ന എല്ലാവരും അർഹതയുള്ളവരാണ്. അനൈകന്ത്യാത്, ഒരാളെ കണ്ടെത്താൻ പറ്റില്ല. നമുക്കും പലപ്പോഴും അങ്ങനെ പറ്റും. ആരെയാണ് വിളിക്കേണ്ടത്? ഇവരൊക്കെ യോഗ്യതയുള്ള ആൾക്കാരാണ്. അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ മറ്റവർക്ക് തോന്നില്ലേ എന്നെ വിളിച്ചില്ല എന്ന്. ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെ വിചാരിച്ച് ഒരു നിമിഷം അന്തിച്ചു നിന്നപ്പോൾ സഹദേവൻ ചാടി എന്നിട്ട് പറഞ്ഞു, അർഹതഹ്യച്യുത ശ്രൈഷ്ഠ്യം ഭഗവാൻ സത്വതം പതി. സജ്ജനങ്ങളുടെ പതിയായ ഭഗവാൻ തന്നെയാണ് ഇതിനർഹതയുള്ളത്. ഏഷ വൈ ദേവതാ സർവാഹ ദേശകാലധനാദയാം. ഇവൻ തന്നെയാണ് എല്ലാ ദേവതകളുടെയും സ്വരൂപം. ആരിലുണ്ട്? ഭഗവാനിലുണ്ട്. ഏഷ വൈ ദേവതാഹ സർവാഹ, സമസ്ത ദേവതകളും ആരിൽ കുടികൊള്ളുന്നു? ഭഗവാനിൽ കുടികൊള്ളുന്നു. ദേശകാല ധനാദയ, ദേശം, കാലം, ധനം സകലതും ഭഗവാനിലാണ്. ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ മാത്രമേ ഈ സദസ്സിലുള്ളൂ. ആര്? ഭഗവാൻ. പിന്നെ ആലോചിക്കേണ്ട ഒരാവശ്യമില്ലല്ലോ. വിശ്വം കൃഷ്ണസ്വരൂപം തസ്മാൻ കൃഷ്ണായ മഹതേ ദീയതാം പരമാർഹണം. അതുകൊണ്ട് ആ ശ്രീകൃഷ്ണൻ എന്ന ആ പരമാത്മാവിന് വേണ്ടി തന്നെയാണ് ഈ അർഹണ കൊടുക്കേണ്ടത് എന്ന് നിശ്ചയിച്ചു. പാദക്ഷാളനം ചെയ്തു, കരകഴുകിച്ചു, തീർത്ഥം തളിച്ചു, വസ്ത്രങ്ങൾ, മാലകൾ എല്ലാം കൊണ്ടും അലങ്കരിച്ച് നമസ്കരിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണൻ അഗ്രപൂജയിൽ അഗ്രാർഹനായി ശ്രീകൃഷ്ണനെ സ്തുതിച്ചു ഗുണങ്ങൾ പാടിക്കൊണ്ടിരുന്നപ്പോൾ യുദ്ധം നിശമ്യദമഘോഷഫുത സ്വപീഠാദുദ്ധായ. ഇതിങ്ങനെ കേട്ടപ്പോൾ ദമഘോഷഫുതനായ ശിശുപാലൻ തൻ്റെ പീഠത്തിനും ചാടി എഴുന്നേറ്റിട്ട് ഈ ശ്രീകൃഷ്ണൻ്റെ ഗുണവർണ്ണനകൾ എന്താണ് ശരിയല്ല എന്ന് പറഞ്ഞ് രണ്ട് കൈകളും ഉയർത്തി അമർഷത്തോടെ പരുഷവാക്കുകൾ പറഞ്ഞു. ഇത് ശരിയല്ല. എന്ത് യോഗ്യതയാണ് കൃഷ്ണൻ കണ്ടത്? കൃഷ്ണനിൽ നിങ്ങളിപ്പോൾ കാണുന്ന യാതൊരു യോഗ്യതകളുമില്ല. ഇത് വേണം എന്ന് വിളിച്ചു പറഞ്ഞത് ബാലനായ സഹദേവൻ. ഇതാരാ പറയേണ്ടത്? ധർമ്മപുത്രനാണ് പറയേണ്ടത്. അല്ലെങ്കിൽ ഭീമൻ, അല്ലെങ്കിൽ അർജുനൻ, നകുലൻ, ഇതും കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇപ്പോഴിവിടെ ഇത് നിശ്ചയിക്കാൻ നിയോഗിച്ചത് സഹദേവനെയാണോ? അല്ല, അയാൾ ബാലനാണ്, കുട്ടിയാണ്. ഇയാളുടെ വാക്കല്ല കേൾക്കേണ്ടത്. അത് ശരിയായില്ല. പിന്നെയും എന്താണ്? തന്നെയുമല്ല വർണ്ണധർമ്മങ്ങളോ ആശ്രമധർമ്മങ്ങളോ കുലധർമ്മങ്ങളോ ഒന്നുമില്ലാത്തവനാണ് കൃഷ്ണൻ. വർണ്ണധർമ്മമില്ല, ആശ്രമധർമ്മമില്ല, കുലധർമ്മങ്ങളില്ല, സർവധർമ്മ ബഹിഷ്കൃതനാണ് കൃഷ്ണൻ. സ്വൈരവർത്തിയാണ്, താൻ തോന്നിയാണ്, ഇഷ്ടം പോലൊക്കെ പോകും, ഇഷ്ടം പോലെ ചെയ്യും, ആരും പറഞ്ഞാൽ കേൾക്കില്ല. ഗുണഹീനനാണ്, ഒരു ഗുണവും അദ്ദേഹത്തിലില്ല. ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് പൂജിക്കാൻ പറ്റുന്നത്? യയാതിയുടെ ശാപം കൊണ്ട് ആ കുലം മുഴുവൻ ദുഷിച്ചതുമാണ്, യാദവന്മാർ മുഴുവൻ. അതിനേക്കാൾ ഉപരി അവരൊക്കെ മദ്യപാനികളുമാണ്. എന്താ യോഗ്യത? എന്ത് ശ്രേഷ്ഠതയാണ്? ജനിച്ചപ്പോൾ മുതൽ കള്ളത്തരവും മാത്രം കാണിച്ച്, യാചന ചെയ്ത്, കള്ളത്തരം കാണിച്ച്, മോഷ്ടിച്ച് ഇങ്ങനെയൊക്കെ ജീവിച്ച ഒരാളാണ്. ഇങ്ങനെ ഒരാളെയാണോ അഗ്രപൂജക്കർഹൻ? എന്താണ് ഒരു യോഗ്യത? എന്തെങ്കിലും ഒന്ന് പറയൂ. ദ്വാരകയിൽ ഒളിഞ്ഞു താമസിക്കുകയാണ് ഇപ്പം പേടിച്ചിട്ട്. ഇതിക്കുള്ള എന്ത് യോഗ്യതയാണുള്ളത്? ഈ ഭഗവൻ നിന്ദ ആർക്കും സഹിക്കാനായില്ല. കാരണം എല്ലാവരും കൈയടിച്ച് വാസാക്കി ഭഗവാനെ അവിടെ സ്വീകരിച്ചിരിക്കുകയാണ്. ഇത് കണ്ട് സദസ്യരൊക്കെ ചെവിപൊത്തി അനങ്ങാതെ മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയുന്നു. കാരണം കേൾക്കാൻ മേലാതായി. പാണ്ഡവന്മാർ കോപിഷ്ഠരായി, ചാടി എഴുന്നേക്കാൻ തുടങ്ങി. ധർമ്മപുത്ര പക്ഷിയിൽ കൃഷ്ണൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് പെരുവിരലുകൊണ്ട് ഭീമൻ്റെ കാലിനൊരു അമർച്ച കൊടുത്തു. അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാട്ടെ, എണീറ്റ് പോകാൻ പറ്റട്ടെ, ഞാൻ പറയാം, അന്നേരം പോയാൽ മതി. കാരണം കൃഷ്ണൻ്റെ അഭിപ്രായം ഒന്ന് അറിയണ്ടേ.
കൃഷ്ണൻ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് മുഴുവൻ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഞാനിത് സഹിക്കാൻ തയ്യാറാണ്. കാരണം ഇവൻ്റെ അമ്മയ്ക്ക്, ശിശുപാലൻ്റെ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്, 100 തെറ്റ് ഞാൻ ക്ഷമിക്കുന്നു. കുന്തിയുടെ അനുജത്തിയുടെ മകനാണ് ശിശുപാലൻ. ജനിച്ചപ്പോൾ തന്നെ അയക്ക് 4 കൈയും 3 കണ്ണുമുണ്ട്. കഴുത അമർന്ന പോലെ അമർന്ന് അലച്ചുകൊണ്ടാണ് ഇയാൾ അവിടെ ഇരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ വിചാരിച്ചു ഇതിനെ ഉപേക്ഷിച്ച് വാങ്ങി വേറെ വഴിയില്ല. അപ്പോഴൊരു അശരീരി പോലൊരു ഭൂതവാക്ക് കിട്ടു. എന്താണ്? ഈ കൃഷ്ണനെ ഈ കുഞ്ഞിനെ ആരെടുത്ത് മടിയിൽ വയ്ക്കുമ്പോൾ, ആരെങ്കിലും ഒരാളെടുത്ത് മടിയിൽ വയ്ക്കുമ്പോൾ 2 കൈയും ഒരു കണ്ണും പോയാൽ അയാളായിരിക്കും ഇവനെ കൊല്ലാൻ യോഗ്യനായവൻ. അതുകൊണ്ട് ഉപേക്ഷിക്കരുത്, വളർത്തണം, ബലവാനാണ്, ശക്തിമാനാണ്. അതുകൊണ്ട് സ്വീകരിച്ചു കൊണ്ടുവന്നു. ഒത്തിരി പേര് ഈ അത്ഭുത ശിശുവിനെ കാണാൻ വന്നു. ഭയങ്കര തിരക്കാണ്, ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. പതുക്കെ ശ്രീകൃഷ്ണൻ എല്ലാവരും കൂടെ വന്നു. കാരണം സ്വന്തം ആളല്ലേ, അമ്മാവൻ്റെ മക്കളല്ലേ, വന്ന് കാണാൻ വിചാരിച്ചു. കാണാൻ അവിടെ വന്നു. ബെല്ലാമൻ കണ്ടു, എടുത്ത് മടിയിലെടുത്തു, തിരിച്ചു പോയി, കുഴപ്പമൊന്നുമില്ല. കൃഷ്ണൻ കണ്ടു, ആ കുഞ്ഞിനെടുത്ത് മടിയിൽ കിടത്തിയപ്പോൾ 2 കൈയും പോയി, 1 കണ്ണും പോയി. അപ്പം നിശ്ചയിച്ചു ഇവനെ കൊല്ലാൻ പറ്റിയ ഒരാൾ ആരാണ്? ഈ കൃഷ്ണൻ മാത്രമാണ്. അമ്മ, അതായത് കുന്തിയുടെ അനുജത്തി ഓടി ചെന്ന് കാക്കൽ വീണ് നമസ്കരിച്ചു, ഇവനെ കൊല്ലരുതേ എന്ന്. അപ്പം പറഞ്ഞു, കൊല്ലില്ല, 100 തെറ്റ് ഞാൻ ക്ഷമിക്കും, 100 തെറ്റുകൾ ഞാൻ ക്ഷമിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ കൊല്ലും. ഇപ്പോൾ 100 പ്രാവശ്യമാണ് തന്നെ അധിക്ഷേപിച്ചത്, അത് മുഴുവൻ കേൾക്കട്ടെ. 100 എണ്ണം വരെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. 101ാമത് പറയുമ്പോൾ കൊന്നുകളയും. അതുകൊണ്ട് മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞു. അയാൾ പറയേണ്ടത് മുഴുവൻ പറഞ്ഞു. 100 എണ്ണം കഴിഞ്ഞു. 101ാമത്തെ കുറ്റം ആരോപിച്ചപ്പോൾ കയ്യിലിരുന്ന സുദർശനം അവിടേക്ക് പറഞ്ഞയച്ച് ശിശുപാലനെ ആ വേദിയിൽ വെച്ച് നിഗ്രഹിച്ചു. അങ്ങനെ ശിശുപാലവധം നോക്കുള്ളൂ. രാജഭൂജം തുടങ്ങുന്നതിന് മുമ്പ് 2 വധങ്ങളാണ്. ഒന്ന് ഈ മഗധരാജാവ്, പിന്നൊന്ന് ശിശുപാലൻ ചെയ്ത് രാജാവ്. 2 രാജാക്കന്മാരെ നിഗ്രഹിച്ചിട്ടാണ് വാസ്തവത്തിൽ ഈ യജ്ഞം. പക്ഷേ ഇത് ഭഗവാന്റെ വൈഭവം കൊണ്ട് ഇത് ഒരു അപകടമില്ലാതെ നിർവിഘ്നമായ യാഗം നടന്നു. സദസ്യർക്കൊക്കെ ദക്ഷിണ കൊടുത്തു, എല്ലാവരെയും സൽക്കരിച്ചു, ഔഭൃത സ്നാനം ചെയ്തു. കൃഷ്ണൻ കുറച്ചാളുടെ താമസിച്ചു. അവിടെ വന്നവരെയൊക്കെ എന്ത് ചെയ്തു? സമ്മാനം കൊടുത്തൊക്കെ പറഞ്ഞയച്ചു. ഇത് നിയോഗിച്ചിരുന്ന ആൾക്കാർ അവസാനം വീട്ടുകാരെ ഓരോ ജോലി ഏൽപ്പിച്ചിരുന്നതാണ്. അവരെയൊക്കെ വിളിച്ച് സന്തോഷമൊക്കെ പറഞ്ഞു. ആരെയാണ്? സദ്യയുടെ കാര്യം മുഴുവൻ ഭീമനെ ഏൽപ്പിച്ചിരുന്നു. അതേപോലെ ധനത്തിൻ്റെ അധ്യക്ഷനായിട്ട് ദുര്യോധനെ തന്നെ ഏൽപ്പിച്ചു. കാരണം അയാൾ ലുബ്ധ കാണിക്കുമെന്നറിയാം. അതുകൊണ്ട് കാശ് കിട്ടിയാൽ ചിലവാക്കില്ല, അതെന്ത് ചെയ്യും? കുറേശ്ശെ പിടിച്ച് ചിലവാക്കും. ഇതറിഞ്ഞുകൊണ്ട് ദുര്യോധനെ ഈ ധനത്തിൻ്റെ ഏർപ്പാട് മുഴുവൻ ഏൽപ്പിച്ചു. സഹദേവനെ പൂജയിൽ ഏൽപ്പിച്ചു. നകുലനെ ദ്രവ്യങ്ങൾ നാനാദിക്കിൽ നിന്നും കൊണ്ടുവരാൻ ഏൽപ്പിച്ചു. ഗുരുശുശ്രൂഷ അർജുനനെ ഏൽപ്പിച്ചു. ശ്രീകൃഷ്ണൻ വരുന്നവരൊക്കെ കാല് കഴിക്കാൻ ശ്രീകൃഷ്ണനെ തന്നെ ഏൽപ്പിച്ചു. അങ്ങനെ പാഞ്ചാലി വിളമ്പിക്കൊടുക്കാനുള്ള ചുമതല പാഞ്ചാലിക്കായി. ദാനം ചെയ്യാൻ കർണനെ ഏൽപ്പിച്ചു. കാരണം കർണൻ ദാനം കൊടുത്തോളൂല്ലോ, ഒരു മടിയും വിചാരിക്കില്ല, ആർക്കും കൊടുക്കില്ല എന്ന് പറയില്ല, ആര് വന്നാലും ദാനം ചെയ്യും. ഇങ്ങനെ ഈശ്വര സഹായം കൊണ്ട് ധർമ്മപുത്രരുടെ ആഗ്രഹം സാധിച്ചു. ഇങ്ങനെയുള്ള ഈശ്വര സഹായം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ ഓരോ യജ്ഞങ്ങളും നടക്കൂ എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കഥ ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ചത്. പക്ഷേ ആ കഥയിൽ ഇതെല്ലാം തീർന്നു കഴിഞ്ഞിട്ടും ദുഃഖിച്ച ഒരാളെ ഉണ്ടാകുന്നുള്ളൂ. ആരെ? യുധിഷ്ഠിരൻ മാത്രം. യജ്ഞമെല്ലാം കഴിഞ്ഞപ്പോഴും ഒരു വിഷമം. കാരണം 2 വധങ്ങളാണ് ഇവിടെ കഴിഞ്ഞത് ഈ യജ്ഞത്തിൽ വെച്ച്. കാരണം ഒരു നിമിഷം ഭഗവാനെ മറക്കുന്നൊരു സ്വഭാവം കാണിച്ചു പോയി. കാരണം അഗ്നിപൂജയ്ക്ക് ആരാണ് എന്ന് വിചാരിച്ചപ്പോൾ ഒന്ന് ആലോചിക്കാൻ നിന്നുപോയി. ഇത് ആലോചിക്കാതെ അപ്പം തന്നെ ആർക്ക് പറയായിരുന്നു? യുധിഷ്ഠിരൻ. ആ വിഷമം യുധിഷ്ഠിരൻ്റെ ജീവിതത്തിൽ പിന്നെയും നിലനിൽക്കുന്നു. നമുക്കൊരു ചെറിയ കാര്യം മതി. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ വലിയ ഭക്തനാണ്, ഞാൻ നാമം ജപിക്കുന്നുണ്ട്, സന്ധ്യാവന്ദനം ചെയ്യുന്നുണ്ട്, യജ്ഞം ചെയ്യുന്നു, യാഗം ചെയ്യുന്നു, ദാനം ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു, പക്ഷേ എനിക്ക് ജീവിതത്തിൽ ചില ദുഃഖങ്ങൾ വരുന്നല്ലോ എന്നോർത്താൽ ഇതാണ് ഒരു നിമിഷം ഭഗവാനെ മറന്നാൽ മതി. എന്ത് ചെയ്യാം? ഇതേപോലെയുള്ള വിഷമതകൾ ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളതുകൊണ്ട് ഒരു നിമിഷം പോലും ഭഗവാനെ മറക്കാതെ നിരന്തരമായും ഈശ്വര പൂജയിൽ മുഴുകി
ഈശ്വര ചൈതന്യം കൊണ്ട് മാത്രമേ എൻ്റെ കൃത്യങ്ങൾ നടക്കൂ എന്നൊരു ഉറപ്പ് വേണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈശ്വര പൂജ ചെയ്യണം. അങ്ങനെയുള്ള ഈശ്വര പൂജയുടെ ഭാഗമാണ് ഈ സത്സംഗം. ഇതൊരു യജ്ഞമാണ്. ഈ യജ്ഞത്തിലെ ഏറ്റവും മഹത്തായൊരു ഭാഗമാണ് ഇവിടെ വന്നിരുന്ന് ഈശ്വര പൂജ ചെയ്യാൻ സാധിക്കുക. അതും ഈ ആർഷഭൂമിയായ ഈ അതിമനോഹരമായ ഭൂമിയിൽ ഭാഗവതം ഉപാസിച്ച് സന്ധ്യാവന്ദനം കൊണ്ട് ജീവിതം ധന്യമാക്കിയ ഒരു മഹാത്മാവിൻ്റെ ആ തിരുമുറ്റത്ത് വന്നിരുന്ന് ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ ഈശ്വര പൂജ ചെയ്യാൻ സാധിക്കുക, അത് യജ്ഞത്തിൻ്റെ മഹനീയമായൊരു നേട്ടമാണ്. അതിൻ്റെ ശക്തി ഇവിടെ ഇരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഗണപതി ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം എൻ്റെ വാക്കുകൾ വളരെ ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇങ്ങനെ കർമ്മത്തിന് എല്ലാ വർഷവും എന്നെ ക്ഷണിച്ചു വരുന്നത് മലയൂരിലെ പരമേശ്വരനും ദിവാകരനും ഇവരൊക്കെയാണ്. ആ അദ്ദേഹത്തോടുള്ള ബന്ധം മുതൽ ഇവർക്കറിയാം. ഞാൻ ഇവിടെ കോട്ടയത്ത് വരുമ്പോൾ മുതലിവിടെ വരും. ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുന്നത് വേദാന്തം മാത്രമല്ല, വ്യാകരണവും തർക്കവും മീമാംസയൊക്കെയാണ്. അപ്പോൾ ചിലപ്പോൾ രാത്രി 12 മണി വരെ ആകും ചിലപ്പോൾ ഇവിടെ നിന്നാൽ. അപ്പോൾ ഇവർ വന്ന് രണ്ടുപേരും കൊച്ചുകുട്ടികൾ അവർ നിന്ന് പെട്ടെന്ന് വിളിച്ച് സന്ധ്യാവന്ദനമായി ഭക്ഷണം കേൾക്കാറായി എന്ന് പറയും. അപ്പോൾ പറയും സാറിനെ കിട്ടുമ്പോൾ മാത്രമേ ഇത് പറയാൻ പറ്റൂ, ബാക്കിയവരോട് ഇത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ കിട്ടുമ്പോൾ സന്തോഷമാണ്, ബാക്കിയെല്ലാം മറക്കും. ഇങ്ങനെ മറന്ന് എത്ര ദിവസങ്ങൾ രാവുകൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോയിട്ടുണ്ട്. ആ ബന്ധം ഇവർക്കിപ്പോഴും അറിയാം. എല്ലാ വർഷവും മുടങ്ങാതെ ഏതാവശ്യത്തിനും, ഇതിന് മാത്രമല്ല ഇവിടെ നടക്കുന്ന എന്താവശ്യത്തിനും അവരെന്നെ വളരെ സന്തോഷത്തോടെ എന്നെ ക്ഷണിക്കാറുണ്ട്. ആ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്താൻ പറ്റുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യതയാണ്. ഇനിയും ഇത് അഭംഗുരം തുടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകളെ ശ്രീകൃഷ്ണപാദങ്ങളിൽ വിനയത്തോടെ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.